ഇടതു സർക്കാർ, പിണറായി മന്ത്രിസഭ അധികാരത്തിൽ എത്തുകയാണ്. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് അധികാരത്തിലേക്ക് എത്താനുള്ള വഴി തുറക്കുകയും ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തേത് പിണറായി വിജയൻ്റെ ഇമേജ് തകർത്തേ പറ്റുമെന്നാണ്. ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ അതിഗംഭീരമായിട്ടുള്ളൊരു വിജയം, 102 സീറ്റുകൾ. ഇതൊരു നിസ്സാരമായിട്ടുള്ള വിജയമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2001 ഇതിനു മുമ്പ് 49% വോട്ടുകൾ UDF നേടിയിട്ടുള്ളത്. അർജുൻ മറ്റേ മോശക്കാരനാണെന്ന് ഞാൻ പറയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ മറ്റവനെ കുറിച്ചും കൂടി അതേ അഭിപ്രായം പറയണമെന്ന് എന്തിനാണ്? പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ നിലപാട് മാറ്റി. ഇപ്പോഴും താങ്കളുടെയൊക്കെ തരികിടപ്പണി എന്താണെന്നറിയാമോ? ഏഷ്യാനെറ്റ് മുതൽ എല്ലാ മാധ്യമങ്ങളും എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? കേരളത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതിന് നെടുന്തൂണായിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തെ കൃത്യമായി കോർണർ ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കാര്യമുണ്ട്. സർ നമസ്കാരം. നമസ്കാരം. ഇന്നു മുതൽ നമ്മളൊരു പുത്തൻ പോഡ്കാസ്റ്റിലേക്ക് കിടക്കുകയാണ്. നമ്മളേവരെയും അതിശയിപ്പിച്ച ഒരു വസ്തുതയാണ് പിണറായി വിജയൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു തകർച്ച, വി ഡി സതീശൻ്റെ ഒരു വിജയവും. അതിന് സാറ് ഈ പോഡ്കാസ്റ്റിന് ഒരു പ്രത്യേക നാമമാണ് ഇട്ടിരിക്കുന്നത്, ബിയോണ്ട് ദ കോമൺ കോൺഷ്യസ്നസ്. എന്തുകൊണ്ടാണ് സാറ് അങ്ങനെ ഒരു നാമം ഈ പോഡ്കാസ്റ്റിന് ഇടാൻ കാരണം? യഥാർത്ഥത്തിൽ ഇപ്പം ഇത്തരത്തിലുള്ളൊരു പോഡ്കാസ്റ്റ് ഞാൻ തുടങ്ങണം എന്ന് വിചാരിച്ച് നമ്മൾ ആഗ്രഹം കൊണ്ടൊന്നും തുടങ്ങിയതല്ല. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് ഒരു അപനിർമ്മിതികൾ നടത്തുന്നത് എന്നുള്ളത് എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, പലപ്പോഴും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ചില രീതികൾ അല്ലെങ്കിൽ ധാരണകൾ മാത്രമാണ് ജനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രതിച്ഛായകളാണ്. ആ പ്രതിച്ഛായകളും അതുപോലെ തന്നെ പല നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള ഒരു പൊതുബോധവുമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകളുടെ ഒരു പൊതുബോധത്തിനും അപ്പുറം എന്ത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആരും തന്നെ ഇതുവരെ മറ്റാരും പറയാത്ത നിരവധി കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ പറയാൻ പോകുന്നത്. അല്ല, അത് കാരണം അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ളൊരു നിർമ്മിതി ഉണ്ടാക്കുകയാണ് ചെയ്തേക്കണത്. യഥാർത്ഥത്തിൽ ഞാനിതിനെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് രാജ് ഷമാമി എന്ന് പറയുന്ന ഒരു ഫിഗറിംഗ് ഔട്ട് എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് പ്രോഗ്രാമുണ്ട്. 4 മണിക്കൂറും 18 മിനിറ്റുമുള്ള വിജയ് മല്യയുടെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. ആ വിജയ് മല്യയുടെ പോഡ്കാസ്റ്റിൽ അദ്ദേഹം ഒരിടക്ക് പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് വളരെ വേഗത്തിൽ മാധ്യമങ്ങളെല്ലാം തന്നെ ക്വിക്കായിട്ട് എന്ത് ചെയ്യും, ഒരു പൊതുബോധം സൃഷ്ടിക്കും എന്ന് പറയുന്നത്, ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കും. ആ പ്രതിച്ഛായയുടെ പുറത്താണ് യഥാർത്ഥത്തിൽ ജനങ്ങളും രാഷ്ട്രീയവും ഒക്കെ നയിക്കപ്പെടുന്നത് എന്നുള്ളത് കൂടി അദ്ദേഹം അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കാൻ നമ്മുടെ മാധ്യമങ്ങളും ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും ഒക്കെ കൂടി വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമാണ്. ലോകമെമ്പാടും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്തോനേഷ്യയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രഭാവോ സുബിയാന്തോ, അദ്ദേഹം വളരെ ക്രൂരനായിട്ടുള്ളൊരു പട്ടാള മേധാവിയായിരുന്നു, ജനറലായിരുന്നു. പക്ഷേ അദ്ദേഹം നിരവധി കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ ഒരു കുട്ടികളുടെ ഒപ്പം കളിക്കുന്ന റീലുകൾ ഇട്ടുകൊണ്ട് അദ്ദേഹം ഒരു മുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ടാക്കി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വെള്ളക്കാരും അതുപോലെ കറുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള സ്പ്ലിറ്റുകൾ കുറേ കൂടി ഉത്തേജിപ്പിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയിട്ടുള്ളത്. കേരളത്തിലുമൊക്കെ തന്നെ അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിനെ വളരെ ഡീറ്റെയിൽഡായ കാര്യങ്ങൾ, അതിൻ്റെ മെറ്റിക്കുലസ് ഡീറ്റെയിൽസ് കൂടി പറഞ്ഞാൽ മാത്രമേ ജനത്തിന് പലപ്പോഴും അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ BCC വിത്ത് രതീഷ് ചക്രവാണി എന്ന് പറഞ്ഞ പോഡ്കാസ്റ്റ് എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. അത് വളരെ ക്ലാരിറ്റിയുള്ള ആ കൃത്യമായ ആളുകളോട് ഈ പൊതുബോധം നിർമ്മിക്കപ്പെട്ടതാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അതിന് സാധാരണ നമ്മളൊരു 15-20 മിനിറ്റ് വീഡിയോ കൊണ്ടൊന്നും സാധ്യമാവില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പേര് ഞാൻ ഇട്ടിട്ടുള്ളത്.
അപ്പോൾ നമുക്കറിയാം വളരെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിണറായി വിജയൻ്റെ തകർച്ച എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ക്യാപ്റ്റൻ എന്നുള്ളൊരു രീതിയിൽ നിന്നുകൊണ്ട് കാരണഭൂതൻ എന്നൊരു തലത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു പരിവർത്തനം സംഭവിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വി ഡി സതീശൻ്റെ അതിമികച്ച വിജയവും രമേശ് ചെന്നിത്തലയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അതിമികച്ച വിജയമാണ് വി ഡി സതീശൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. അതിനൊരു കപ്പിൾ ഓഫ് ഇവൻറ്റ്സ് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാം. നമ്മൾ ശരിക്കും ആരംഭിക്കേണ്ടത് 2021 അല്ലെങ്കിൽ 2018 മുതൽ ആരംഭിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ താങ്കളോട് പറയുന്നത് നമുക്കിപ്പോൾ തൽക്കാലം ഈ റിസൾട്ട് ഒന്ന് ആദ്യം തന്നെ ഒന്ന് വിശകലനം എന്താണെങ്കിലും അതിഗംഭീരമായിട്ടുള്ളൊരു വിജയം, 102 സീറ്റുകൾ, അതുപോലെ 47% വരുന്ന വോട്ടുകൾ, ഇതെല്ലാം നേടിക്കൊണ്ടാണ് UDF വിജയിക്കുന്നത്. ഇതൊരു നിസ്സാരമായിട്ടുള്ള വിജയമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2001 ഇതിനു മുമ്പ് 49% വോട്ടുകൾ UDF നേടിയിട്ടുള്ളത്. 2001 നമുക്കറിയാം BJPയുടെ ഷെയർ വളരെ കുറവായിരുന്നു. അതിനുശേഷം ശരിക്കും UDFൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും അത് വളരെ ഡിസിസീവായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു വിക്ടറി ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും പറയും ഉമ്മൻചാണ്ടി ജയിച്ചില്ലേന്ന്. ഉമ്മൻചാണ്ടി ജയിച്ച വെറും 2 സീറ്റിന് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലുള്ളൊരു വലിയ വിക്ടറിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിക്ടറിക്ക് ഒരു വലിയ പ്രത്യേകത ഉണ്ട്, ആരും പറയാത്തത്. എന്താണെന്നറിയോ? എന്താണ് ഇത്? കൃത്യമായി പറഞ്ഞാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റെപ്ലിക്കയാണ് ഈ വിജയം. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവും. അത് 110 സീറ്റായിരുന്നു. അത് 111 സീറ്റുകളിലാണ് അന്ന് വിജയിച്ചത്. ആ 111 സീറ്റുകളിലേക്ക് അന്ന് വിജയിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള വോട്ടുകളുടെ 96 ലക്ഷം വോട്ടുകളാണ് യഥാർത്ഥത്തിൽ അന്ന് UDFന് കിട്ടുന്നത്. അതിനേക്കാൾ ഇപ്പോൾ ഒരു 4 ലക്ഷം വോട്ട് കൂടി കൂടിയിട്ടുണ്ട് എന്ന് പറയുന്ന വ്യത്യാസമുള്ളൂ. കറക്റ്റ് അന്ന് കിട്ടിയിട്ടുള്ള 47% തന്നെയാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? ഈ പറയുന്ന UDFന് കിട്ടിയിട്ടുള്ളത്. അതേസമയം അന്ന് ഈ 2019 തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയിട്ടുള്ള അതേ വോട്ടുകളും അതേ ശതമാനവും തന്നെയാണ്, ഏതാണ്ട് അതേ ശതമാനവും തന്നെയാണ് ഇത്തോടെ കിട്ടിയിട്ടുള്ളത്. 31 ലക്ഷത്തിലധികം വോട്ടുകളാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? BJPക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇവർക്ക് കിട്ടിയിട്ടുള്ളത് LDFന് അന്ന് കിട്ടിയിട്ടുള്ളത് 70-71 ലക്ഷം വോട്ടാണ്. അതിപ്പോൾ 80 ലക്ഷം വോട്ടുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് പെർസെൻറ്റേജുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ 2019 സിമിലർ ആയിട്ടുള്ള ഒരു റിസൾട്ട്, 2019 ലോക്സഭയിലേക്ക് സിമിലർ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ റിസൾട്ട് ഇങ്ങനെ 2019 തന്നെ വീണ്ടും അവതരിപ്പിക്കപ്പെടണം എന്നുള്ളത് വിചാരിച്ചുകൊണ്ട് കൃത്യമായ പണി UDFും അതിൻ്റെ ആളുകളും എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് താങ്കൾ പറയുന്നത് പോലെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു ഇമേജിൽ നിന്നും ഒരു കരുതൽ മുഖ്യമന്ത്രിയിൽ നിന്നും മുഖം കണ്ടാൽ പോലും ആളുകൾ വോട്ട് ചെയ്യില്ല എന്നൊക്കെയുള്ള ഒരു നരേറ്റീവിലേക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ബിൽഡ് ചെയ്യപ്പെട്ടത്. ആ നരേറ്റീവ് പോലും യാഥാർത്ഥ്യമല്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് കേവലം 65,90,000 എന്ന് പറഞ്ഞാൽ 66,000 വോട്ടുകളേ ഉള്ളൂ. ലോക്കൽ ബോഡിയിലേക്ക് ഇത് വരുമ്പോൾ LDFൻ്റെ വോട്ടുകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. 71 ലക്ഷത്തോളം വോട്ടുകളാണ്. ആ വോട്ടുകൾ 71 പറഞ്ഞാലും ഞാൻ പറഞ്ഞ ഒരു 72-73 ഒക്കെ ഉണ്ടാവും. ഇതുവരെ ലോക്കൽ ബോഡി ഇലക്ഷനുകൾ CPM പരാജയപ്പെട്ടിട്ടുള്ള ചരിത്രമില്ല. ആയിക്കോട്ടെ, അത് ശരിയാണ്. പക്ഷെ അത് താങ്കൾ പറയുന്ന ഒരു വാദമാണെങ്കിൽ പോലും പിണറായിയുടെ മുഖം കാണിച്ചാൽ വോട്ട് കുറയുമെന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു വന്നേ. എൻ്റെ പോയിന്റ് അതാണ്. പിണറായിയുടെ മുഖം കാണിക്കുമ്പോൾ വോട്ട് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ലോക്കൽ ബോഡിയേക്കാൾ വോട്ട് എന്ത് ചെയ്യണം? കുറയണം. ലോക്കൽ ബോഡിയേക്കാൾ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും 10 ലക്ഷത്തോളം വോട്ടുകൾ യഥാർത്ഥത്തിൽ കണക്ക് നോക്കിയാൽ കൂടുതലാണ്. ഞാൻ വിചാരിക്കുന്നത് അവരിനിപ്പോൾ ലോക്കൽ ബോഡിയിലൊക്കെ മത്സരിച്ച സ്വതന്ത്രരുടെയൊക്കെ കണക്ക് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷെ ഒരു 72 ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും 8-9 ലക്ഷം വോട്ടുകൾ കൂടുതലാണ്. കാരണം ഇത്തവണ 81 ലക്ഷം വോട്ടാണ് എന്ത് ചെയ്തേക്കണത്? കിട്ടിയേക്കണത്. അപ്പോൾ അതുകൊണ്ട് ഈ നരേറ്റീവ് ബിൽഡിങ്ങുകൾ വളരെ കൃത്യമായി തന്ത്രപരമായി VD സതീശൻ ചെയ്തത് കൊണ്ടാണ് ഇത്ര വലിയ വിജയം VD സതീശന് സമ്മാനിക്കപ്പെട്ടത് എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം തന്നെ താങ്കൾ അറിയേണ്ടത്, താങ്കൾ ഈ പറയുന്ന വാദം എൻ്റെ അടുത്ത് ഉന്നയിക്കുമ്പോൾ പോലും ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മാധ്യമം ഈ കണക്ക് പറഞ്ഞിട്ടുണ്ടോ? അതായത് 65,90,000 വോട്ടുകളാണ് ലോക്സഭയിൽ കിട്ടിയത്. ലോക്കൽ ബോഡിയിലേക്ക് വരുമ്പോൾ അത് വോട്ടുകൾ കൂടി 71 ലക്ഷമായി. അല്ല, അതിനവർ പറയുന്ന വാദം എന്ന് പറയുന്നത് ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല, നമ്മുടെ ലോക്കൽ ബോഡിയിൽ പാറ്റേൺ അല്ല, നിയമസഭയിലെ പാറ്റേൺ എന്തോ ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് പാറ്റേൺ എന്തോ ആയിക്കോട്ടെ, ഈ കണക്കുകൾ പറയാൻ അവർക്ക് ബാധ്യതയില്ലേ? എന്നിട്ട് അവർ പറയാം. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസങ്ങളിൽ വലിയ അനാലിസിസുകൾ ഈ ചാനലുകൾ മുഴുവൻ നടത്തിയല്ലോ. ഈ മുഴുവൻ നടത്തുമ്പോൾ ഇത് പറയാനുള്ളൊരു ബാധ്യത അവർക്കില്ല എന്ന് ഞാൻ ചോദിക്കണേ. ലോക്കൽ ബോഡിയിൽ നിന്ന് ഇത്തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ അത് പറഞ്ഞു. ആരാണെന്ന് അറിയാമോ? ഗോവിന്ദ മാഷ് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ 3% വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ലോക്കൽ ബോഡിയിൽ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ അതൊരു തമാശയായിട്ടാണ് എല്ലാവരും കരുതുന്നത്. അല്ല, നിങ്ങൾ പറയുന്നത് ഒരു തമാശയായിട്ടാണ്. അതൊക്കെ വേറൊരു വിഷയമാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന്
എന്നൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട. ഞാൻ പറഞ്ഞത് ഈ ഫാക്റ്റ് നിങ്ങൾ എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം പോലും കേരളം മുഴുവൻ പറഞ്ഞിട്ടുള്ള ഒരു നരേറ്റീവ് എന്താ? ഇപ്പം താങ്കൾ തന്നെ ഇത് ആദ്യമായിട്ട് ഞാൻ പറയുമ്പോഴാണ് കേൾക്കുന്നത്, ശരിയല്ലേ? അതേസമയം കേരളം മുഴുവൻ പറഞ്ഞിട്ടുള്ള ഒരു നരേറ്റീവ് എന്താ? ഇടതുപക്ഷത്തിന് വലിയ തോതിൽ വോട്ട് കുറഞ്ഞു. അല്ല, ഇടതുപക്ഷത്തിന് കഴിഞ്ഞ 2016 87 ലക്ഷം വോട്ടുകളാണുള്ളത്. ഇപ്പോൾ അവർക്ക് 81 ലക്ഷം വോട്ടുകളുണ്ട് എന്ന് പറഞ്ഞാൽ 6 ലക്ഷം വോട്ട് കുറവാണ്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പുമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ 94 ലക്ഷം വോട്ടുകൾ അവർക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് ശരിയാണ്, അവർക്കൊരു 13 ലക്ഷം വോട്ടുകൾ കുറഞ്ഞു. അത് യാഥാർത്ഥ്യമാണ്. 13 ലക്ഷം എന്ന് പറയുന്നത് നിസ്സാര വോട്ടുകളല്ലല്ലോ. നിങ്ങൾ പറയണ ഒരു കാര്യം കേൾക്കുന്നത് അത് യാഥാർത്ഥ്യമാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താ? പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ മുഖം കാണിച്ച് മത്സരിപ്പിച്ചപ്പോൾ വോട്ട് കുറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. അതായത് അദ്ദേഹത്തിന് മുഖം കാണിക്കാതെ ലോക്സഭയിലേക്കും അതുപോലെ തന്നെ ലോക്കൽ ബോഡിയിലേക്കും മത്സരിച്ചപ്പോൾ അതിനേക്കാൾ വോട്ട് കുറവായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരാളെ വീഴ്ത്തിയത് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഒരു മൊബിലൈസേഷൻ അപ്പുറത്ത് വളരെ കൃത്യമായി ഗംഭീരമായി നടന്നായി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ, അതായത് 2019 പോലും 94-95 ലക്ഷം വോട്ടുകൾ കിട്ടിയിട്ടുള്ള ലോക്സഭയിലേക്ക് കിട്ടിയിട്ടുള്ള UDFന് അതിനേക്കാൾ 4 ലക്ഷം വോട്ട് 5 ലക്ഷം വോട്ട് കൂടി കൂടുന്നൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്തു? 2019 നമുക്കറിയാം ഒരു കടുത്ത വിരുദ്ധ വികാരമില്ലായിരുന്നു, പിണറായി വിരുദ്ധ വികാരമില്ലായിരുന്നു ശബരിമലയുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ, അല്ലേ? അല്ല, നമ്മൾ പറയുന്നത് പിണറായിയുടെ വിരുദ്ധ വികാരമുണ്ടോ ഇല്ല എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം UDFന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കിട്ടിയ വോട്ടാണ് ഞാൻ പറയുന്നത്. അതാ പറഞ്ഞത്, ആ 2019 ശേഷം 2021 വീണ്ടും പിണറായി ജയിക്കുകയാണ്. ആ പിണറായി ജയിക്കുമ്പോൾ പോലും അതിനിടയിൽ ശബരിമല ഇഷ്യൂ അടക്കം കേരളത്തിൽ എല്ലാവരും ഒരു ഗവൺമെന്റിനെതിരെ തിരിഞ്ഞു വിചാരിക്കുന്ന സമയത്ത് കിട്ടിയ വോട്ട് 96 ലക്ഷം വോട്ടാണ്. അതിനേക്കാൾ 4 ലക്ഷം വോട്ടുകൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ കൂടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വോട്ടുകളുടെ വർധന എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ സമഗ്രമായി ഇനി പരിശോധിക്കേണ്ടത്. ആ പരിശോധിക്കേണ്ടതിൻ്റെ പിന്നിൽ വസ്തുതകളുണ്ടോ അതോ ഈ പറയുന്ന പോലെ പിണറായിക്കെതിരെയുള്ള ഒരു പ്രതിച്ഛായ നിർമ്മിതികളുണ്ട് എന്നുള്ളതാണ് എൻ്റെ വാദം. ആ വാദം തുടങ്ങുന്നത് 2018 മുതൽ, അതായത് 2019 മുതൽ 2021 എത്തിയപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്നതോടുകൂടി നടപ്പാക്കിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ആ വോട്ടുകൾ കൂടിയിട്ടുള്ളത്. അല്ലാതെ ഒരു മൊബിലൈസേഷൻ, അതായത് അപ്പുറത്ത് നിൽക്കുന്ന എല്ലാവരെയും തമ്മിൽ മൊബിലൈസ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിട്ടുള്ളത്. ഇനി 2019 പ്രത്യേകത എന്താ? 2019 സത്യത്തിൽ ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് ശബരിമല വലിയ തോതിൽ എഫക്ട് ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ശബരിമല എഫക്ട് ചെയ്തു ഇല്ല എന്നുള്ളതിന് നമ്മുടെ സ്പെസിഫിക് കണക്കൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 2019 2024 ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. എന്താണ്? ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ കൃത്യമായി UDFന് അനുകൂലമായി സംഭവിച്ചു. കാരണം എന്താ? താങ്കൾ പറഞ്ഞ പോലെ ഒരു പാറ്റേൺ ഡിഫറൻസ് ഉണ്ട്. അവിടെ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് 2019 രാഹുൽ ഗാന്ധി ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് വരെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിക്കാണ്. അപ്പോൾ അവിടെ വയനാട് വന്ന് തെരഞ്ഞെടുക്കുമ്പോൾ, വയനാട് ഒന്ന് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ വോട്ടിംഗ് പാറ്റേണിലേക്ക് 2019 2024 ലോക്സഭ വോട്ടിംഗ് പാറ്റേണിലേക്ക് എത്തിക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോളിഡേഷൻ ഗംഭീരമായി സംഭവിക്കണമെന്ന് വിചാരിക്കുകയും അങ്ങനെ അതിനെക്കുറിച്ച് കൃത്യമായി സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്തുകൊണ്ട് ആ കൺസോളിഡേഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് 2021 VD സതീശൻ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ മുതലുള്ള വളരെ കൃത്യമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് VD സതീശൻ കാഴ്ചവെച്ചത്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതാണ്. പിണറായി വിജയൻ്റെ ഇമേജ് ഇടിക്കുകയും പിണറായി ഇപ്പോൾ എന്താണ് ഒരു വെറുക്കപ്പെട്ടവൻ എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്യുകയും അതേസമയം തന്നെ VD സതീശൻ ഒരു പീപ്പിൾ CM എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഈ 2021 തെരഞ്ഞെടുപ്പിൽ ഇതേ കൺസോളിഡേഷൻ LDFന് അനുകൂലമായി ലഭിച്ചില്ലേ? ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പലതരത്തിലുള്ള ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോളിഡേഷൻ LDFന് അനുകൂലമായിട്ട് ലഭിച്ചില്ലേ? 2021 തീർച്ചയായിട്ടും അത് LDFന് അനുകൂലമായി സംഭവിച്ചത് കൊണ്ടാണല്ലോ 2016 2% വോട്ടുകളുടെ കൂടുതലും യഥാർത്ഥത്തിൽ 91 ആയിരുന്ന സീറ്റുകൾ 99 എത്തിയത് അതുകൊണ്ടാണ്. നമ്മുടെ പോയിന്റ്, നമ്മളിപ്പോൾ 2001 മുമ്പ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം 2021 ശേഷം ഇതെങ്ങനെ മാറി എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം നമുക്കിതിൽ നിന്ന് വ്യക്തമാകും, ന്യൂനപക്ഷങ്ങൾ സംഘടിച്ചുകൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു മുന്നണിയും തരിപ്പണമാക്കാൻ കഴിയും, അല്ലേ?
അല്ല, അതൊക്കെ വേറൊരു റീഡിംഗ് ആണ്. നമ്മളിപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. അപ്പം അങ്ങനെ ന്യൂനപക്ഷങ്ങൾ കൺസോളിഡേറ്റഡായി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് മുന്നണിയും തരിപ്പണമാകോ ഇല്ല എന്നൊക്കെയുള്ളത് കാത്തിരുന്ന കാര്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യം എന്താ, 2019 2024 അങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചാൽ UDF സംബന്ധിച്ചോളം അവർക്ക് 100 110 സീറ്റുകളിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയും. അതാണ് നമ്മുടെ കാര്യം. നമ്മളിപ്പോൾ അതിനപ്പുറത്തേക്കുള്ള റീഡിങ്ങിലേക്കൊന്നും പോകാൻ നമ്മുടെ മുമ്പിൽ വസ്തുതകളില്ല. കാരണം ഇപ്പുറത്ത് കൺസോളിഡേറ്റ് ചെയ്യുന്ന എന്ത് ചെയ്യും എന്ന് പറയാൻ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു കൺസോളിഡേഷൻ ഇതേവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വേറെ കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് 2021 മുതൽ ഇതെങ്ങനെ തകർന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിശോധിക്കുന്നതും പോഡ്കാസ്റ്റ് ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിൽ ഈ നേരത്തെ പറഞ്ഞ ഈ പോഡ്കാസ്റ്റിൻ്റെ പേരിനെക്കുറിച്ച് പറഞ്ഞതുപോലെയുള്ള ഒരു പൊതുബോധ നിർമ്മിതിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് വി.ഡി. സതീശൻ പിണറായി വിജയൻ്റെ ഇമേജ് തകർക്കാൻ വി.ഡി. സതീശന് കഴിഞ്ഞിരുന്നു, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ. അതിന് തുടക്കം ആരംഭിച്ചത് ഇവിടെ നിന്നാണ്. യഥാർത്ഥത്തിൽ CPM പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് 2021 രമേശ് ചെന്നിത്തല മാറിയിട്ട് വി.ഡി. സതീശൻ വരുമ്പോൾ വി.ഡി. സതീശനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിനെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, സുനിൽ കനകോലുവിനെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. കാരണം അവർ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് അധികാരത്തിലേക്ക് എത്താനുള്ള വഴി തുറക്കുകയും ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തേത് പിണറായി വിജയൻ്റെ ഇമേജ് തകർത്തേ പറ്റുമെന്നാണ്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ, ഞാൻ അതിലേക്ക് പോകുന്നില്ല, പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിൽ എങ്ങനെയാണ് തകർക്കാൻ സിസ്റ്റമാറ്റിക്കായിട്ട് അവർ ശ്രമിച്ചത്. ഒന്ന്, അരവിന്ദ് കെജ്രിവാളിൻ്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ തകർക്കുക. അതിനാണ് ആ ഫേക്ക് കേസ് എന്ത് ചെയ്ത് ഉണ്ടായിക്കൊണ്ടുവന്നത്. രണ്ടാമത്തത് എന്ത് ചെയ്യുക, അവരുടെ സെക്കൻഡ് നിര നേതാക്കളെ അടക്കം, കഴിവുറ്റ നേതാക്കന്മാരെ അടക്കം പിടിച്ച് ജയിലിലടക്കുക. അങ്ങനെ ആ സംഘടനയെ തന്നെ തകർക്കുക, ആ പ്രസ്ഥാനത്തെ തന്നെ തകർക്കുക. അല്ലെങ്കിൽ അവർ ഗുജറാത്തിൽ പോലും വലിയ ഭീഷണിയായി മാറാൻ വലിയ സാധ്യതകളുണ്ടെന്ന് ഇവർ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ നെടുന്തൂണായിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തെ കൃത്യമായി കോർണർ ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കാര്യമുണ്ട്. അതാണ് ഈ റിസർച്ചിൻ്റെ ഏറ്റവും വലിയ ഗുണം. വലിയ ധിക്കാരിയായ അല്ലെങ്കിൽ വളരെ സ്റ്റബേണായ, ശക്തനായ, ഇരട്ടച്ചങ്ങനായ എന്ന് പറയുന്ന ഒരാൾ ഉണ്ട് എന്ന് പറയുന്ന ഒരാളുടെ ഈ ഇമേജ് ഉണ്ടല്ലോ, ഏത് സമയത്ത് വേണമെങ്കിലും ഇത് പൂർണ്ണമായി പൊളിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗുണം കിട്ടും. എന്താണെന്നറിയാമോ? എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു അഹങ്കാരിയായി മാറും. ഏറ്റവും വലിയ പെർഫെക്റ്റ് എക്സാമ്പിൾ പൃഥ്വിരാജ് വളരെ സ്റ്റബേണായി, ബോൾഡായി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. പക്ഷെ അതേസമയം തന്നെ ആ സ്റ്റബേൺനെസ് ധിക്കാരമായിട്ടും ആളുകൾ എന്ത് ചെയ്യും, അദ്ദേഹത്തെ ഒരു അഹങ്കാരിയായിട്ടാണ് കണക്കൂട്ടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പിണറായി വിജയൻ അത്രയും നാളും വളരെ ബോൾഡായ, പ്രളയം വന്നാലും കോവിഡ് വന്നാലും ഒക്കെ കരുത്തോടു കൂടി നിൽക്കുന്ന, നമ്മളെ കാക്കാൻ തയ്യാറുള്ള, നമ്മൾക്ക് സംരക്ഷിക്കാൻ തയ്യാറുള്ള, നമ്മളെ കരുതുവാൻ തയ്യാറുള്ള ഒരു മുഖ്യമന്ത്രിയായി കണക്കൂട്ടുന്ന കാഴ്ച അലോസരപ്പെടുത്തുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഒന്ന് നീട്ടിപ്പിടിക്കണമെന്നും അവർ വിചാരിച്ചു. ആ നീട്ടിപ്പിടിക്കണമെന്ന് വിചാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പരനാറി പ്രയോഗം മുതൽ, നിങ്ങൾ അറിയേണ്ടത് നികൃഷ്ടജീവി മുതൽ, കടക്ക് പുറത്ത് മുതലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിരന്തരമായി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്ന് പറഞ്ഞു. ഈ നിരന്തരമായ ഓർമ്മിപ്പിക്കലുകൾക്കൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പം നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതേവരെ കേട്ടിട്ടില്ലാത്ത പേരുള്ളൊരു സോപ്പ് നമ്മൾ ഒരിക്കലും കയ്യെത്തി എടുക്കാൻ ആഗ്രഹിക്കില്ല. പകരം നമ്മളൊരു ഇതേവരെ നല്ല പരിചയമുള്ളൊരു സോപ്പ്, ഇപ്പോൾ ലൈഫ് ബോയ് ആണെങ്കിലും ലക്സ് ആണെങ്കിലും മറ്റേതാണെങ്കിലും മറ്റേ ഹമാമാണെങ്കിലും ഏത് സോപ്പായിക്കോട്ടെ, പലപ്പോഴും പിയേഴ്സ് എന്ന് പറയുന്ന ഒരു സോപ്പ് നമുക്കറിയില്ല അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയാണ്. പക്ഷേ അത് മേടിക്കണമെന്ന് നമുക്കൊരു താല്പര്യം തോന്നും. ആ പക്ഷെ നമ്മളൊന്നും പുറമേ സമ്മതിക്കില്ല. നമ്മൾ പറയും അങ്ങനെയൊന്നും നമ്മൾ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഭയങ്കര ബ്രില്യൻ്റ് ആണ്, നമ്മൾ കാര്യകാരണ സഹിതമേ തീരുമാനം എടുക്കും എന്നൊക്കെ പറയും. ഒന്നുമല്ല, നമ്മൾ ഇപ്പോൾ കൊക്കോകളെ നമ്മളറിയാതെ നമ്മൾ തന്നെ ഇൻഫ്ലുവൻസ് നമ്മളറിയാതെ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ ഇൻഫ്ലുവൻസ്ഡ് ആയത്, എന്തുകൊണ്ടാണ് നമ്മൾ ദോശ കഴിക്കാത്തത്, എന്തുകൊണ്ടാണ് പെപ്സിയും കൊക്കോക്കോളയും കഴിക്കുന്നത്, എന്തുകൊണ്ടാണ് കരിക്ക് കുടിക്കാത്തത്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന സോപ്പ് എടുക്കുമ്പോൾ ഇത് മേടിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ മുക്കിൽ ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുക,
നമ്മളിത് മേടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ സൗന്ദര്യബോധങ്ങളിലൊക്കെ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കാൻ ഇതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല, എക്സ്പെർട്ടാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന പിണറായി വിജയൻ്റെ കേസിൽ ഈ പറയുന്ന പിണറായിയുടെ എതിരായിട്ടുള്ള കാര്യങ്ങൾ പുതിയതായി ഉത്തേജിപ്പിക്കപ്പെടണം എന്നവർ വിചാരിച്ചു. ആ വിചാരിച്ചതിൻ്റെ ഭാഗമായി അവർ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഇമേജ് വെറുതെ എടുത്തു വെച്ചാൽ മാത്രം പോരാ, അതെങ്ങനെയാണ് ചാനലുകൾ ഉപയോഗിച്ച് പ്രചരിപ്പിക്കേണ്ടത് എന്ന് പറയുന്ന വലിയ പദ്ധതി അവർ നടപ്പാക്കി. അതിന് മുൻനിരയിൽ നിന്ന ചാനലുകൾ ഏതൊക്കെയാണ്? അതിന് മുൻനിരയിൽ നിന്ന ചാനൽ അൺഡൗട്ടഡ്ലി ഏഷ്യാനെറ്റും അതുപോലെ മീഡിയ വണ്ണുമാണ്. ഈ രണ്ട് ചാനലുകളും സത്യം പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് ഒരു ബദ്ധവൈരികളായി നമ്മൾ കണക്കൂട്ടുന്നവരാണ്. പക്ഷേ ഈ ബദ്ധവൈരികളായിട്ടുള്ള ആളുകളെ രണ്ടുപേർക്കും പിണറായി വിജയനെ തകർക്കണമെന്ന് പറയുന്ന ഒരു അജണ്ട ഉണ്ടായി. ആ അജണ്ടയുടെ ഭാഗമായിട്ട് ഈ രണ്ടുപേരുടെയും ഒരേ യോജിപ്പിലേക്ക് എത്തുന്നു. എവിടെ? പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം. അതേസമയം മറ്റൊരു സ്ഥലത്ത് എന്ത് സംഭവിക്കുന്നു എന്നറിയോ? പിണറായി വിജയനെയും LDFനെയും സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളുണ്ട്. ഉദാഹരണത്തിന് റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ, അല്ലെങ്കിൽ മാതൃഭൂമി എന്ന് പറയുന്ന ചാനൽ. ഇത്തരം ചാനലുകളുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ കുറവുകളെ പർവ്വതീകരിച്ച് കാണിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് മാതൃഭൂമി ചാനലിൽ ഒരു തവണ ഉക്രൈൻ റഷ്യ യുദ്ധം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഗെയിമിൻ്റെ വീഡിയോ കാണിക്കേണ്ടി വന്നു. അതുപോലെ അരുൺകുമാർ ഒരു തവണ പത്രമെടുത്ത് വായിക്കുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ പരസ്യമാണ്, പക്ഷേ പരസ്യമാണെന്ന് അറിയാതെ അദ്ദേഹം വായിച്ചു. അത് വലിയ തോതിൽ ട്രോൾ ചെയ്യപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഇനി ഇതൊക്കെ കൂടാതെ ആൻഡോ ഓഗസ്റ്റിൻ വന്നിരുന്ന് ന്യായീകരിക്കുന്നു. അപ്പോൾ ആൻഡോ ഓഗസ്റ്റിൻ്റെ മുട്ടിൽ മരമുറി എന്ന് പറയുന്ന ചാനലായി വലിയ തോതിൽ ചിത്രീകരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ യുദ്ധം നയിക്കുന്നു. അവരാണ് ക്രെഡിബിൾ എന്ന് പറയുന്ന തോന്നലുണ്ടാക്കുന്നു. അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ആങ്കേഴ്സിനെ അവരെടുക്കുന്നു. ആ ആങ്കേഴ്സ് എന്ത് ചെയ്യുന്നു? ഇതുവഴി കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും UDF ഏറ്റെടുക്കുന്ന സമരങ്ങളുടെ കൃത്യതയൊന്നും ചോദ്യം ചെയ്യാതെ അതിന് വലിയ തോതിലുള്ള സപ്പോർട്ട് കിട്ടുന്നു. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. കെ കരുണാകരനെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ 5 പേർ മാത്രം ഓടിച്ചെല്ലുകയും അടിച്ച് മൃതപ്രായനാക്കപ്പെടുകയും ചെയ്ത ഒരാളാണ് P. രാജീവ് എന്ന് പറയുന്നത്. പക്ഷെ അന്നൊന്നും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഈ പോലീസ് മർദ്ദനം വലിയ കാര്യമായിരുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് തെറ്റാണ്. പക്ഷേ എങ്കിൽ പോലും നവകേരള യാത്രയും അതുപോലെ മറ്റു പല കാര്യങ്ങളും നടക്കുമ്പോൾ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങളുണ്ടായി. നമ്മളതിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അതെല്ലാം തന്നെ വളരെ പർവ്വതീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്തിരുന്നു? മാധ്യമങ്ങൾ എത്തിയിരുന്നു. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഈ സാറ്റലൈറ്റ് മാധ്യമങ്ങളിൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ അടുത്തെന്ത് സംഭവിക്കുന്നതെന്നറിയാം? സോഷ്യൽ മീഡിയ പ്രചരണമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ആർക്കാണ് ഏറ്റവും വലിയ മുൻകൈ എന്നറിയോ? സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന് ഒരു സ്വാധീനവും ഇല്ല. സ്വാധീനം എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലിൻ്റെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനും കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകൾ. ഈ യൂട്യൂബ് ചാനലുകളിൽ മറുനാടൻ ഷാജൻ മുതൽ യഥാർത്ഥത്തിൽ ഷാജഹാൻ വരെയുള്ള ആളുകളൊക്കെ തന്നെ നിന്ന് അവരൊന്നും കോൺഗ്രസിന് അനുകൂലമെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരാളുകളാണ്. പക്ഷേ അവരിൽ 3/4 പേരും ഒരു പ്രോ സംഘപരിവാർ ചാനലുകളാണ്. ഇപ്പോൾ TG മോഹൻദാസ് ആണെങ്കിലും മറ്റ് നിരവധി ആളുകളാണെങ്കിലും ശ്രീജിത്ത് പണിക്കരാണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ആരെ എതിർക്കുന്നു? ഇവരെല്ലാവരും പിണറായി എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ല, അത് മാത്രമല്ല അവർക്ക് വലിയ ഒരു സ്വീകാര്യത കിട്ടുകയാണ്. അവർക്ക് സ്വീകാര്യത കിട്ടുന്നു എന്ന് മാത്രമല്ല, അവർ യഥാർത്ഥത്തിൽ കേരളത്തിലെ പുതിയ സാംസ്കാരിക നായകരായി അറിയപ്പെടുകയാണ്. നമ്മൾ നേരത്തെ ഇപ്പോൾ ONV കുറുപ്പിനെയോ സച്ചിദാനന്ദൻ മാഷയോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാലോ സുകുമാർ അഴീക്കോടിനെയൊക്കെ കണ്ടതുപോലെ തന്നെ ശ്രീജിത്ത് പണിക്കരെ പോലെ അല്ലെങ്കിൽ TG മോഹൻദാസിനെ പോലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവുന്നു. ഈ ആളുകൾ ഉണ്ടാകുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. എന്താ ശ്രദ്ധിച്ചു നോക്കേണ്ടത് നിങ്ങൾ? ഇത് പ്രോ സംഘപരിവാർ അജണ്ടകൾ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ റീച്ച് കിട്ടുന്നുള്ളൂ. അതേസമയം CPMന് അനുകൂലമായിട്ടോ ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു ബുദ്ധിജീവി അത്തരത്തിൽ ഉണ്ടാവുന്നില്ല. ഇനി ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാലോ ഇപ്പൊ പറവൂരുന്ന സുനിൽ പീളയിടം പോലെയുള്ള ചില ആളുകൾ വരും. അദ്ദേഹത്തിന്റെ റീച്ചൊക്കെ കുറയുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത് വൻതോതിൽ ഇടുകയാണ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്. സുനിൽ പീളയിടം പോലെയുള്ള ചില ആളുകൾ ഇതിനകത്തേക്ക് വരുന്നു. ഈ സുനിൽ പീളയിടം പോലെയുള്ള ചില ആളുകൾ ഇതിനകത്തേക്ക് വരുമ്പോൾ അവർക്ക് പോലും വലിയ തോതിൽ റീച്ച് കിട്ടുന്നില്ല. മറ്റത് യഥാർത്ഥത്തിൽ നിങ്ങളൊരു പ്രോ സംഘപരിവാർ വീഡിയോ ഇടുകയാണെങ്കിൽ അവർ വളരെ കൃത്യമായി ഒന്ന് പേ ചെയ്തുകൊണ്ടും രണ്ടാമത്തത് പേ ചെയ്യാതെ അവരുടെ വളരെ ചുരുങ്ങിയ അണികൾ, അവർക്കാകെ ഒരു 10 ലക്ഷം പേരെ അല്ലെങ്കിൽ 15 ലക്ഷം പേരെ അവർക്ക്
വർക്കേഴ്സായിട്ടുള്ളൂവെങ്കിൽ അവരോട് കൃത്യമായി പറയുന്നത് നിങ്ങൾ ഈ വീഡിയോകൾ നിർബന്ധമായിട്ടും ആദ്യത്തെ മണിക്കൂറിൽ തന്നെ മുഴുവനായും കാണണമെന്നാണ്. അപ്പോൾ മുഴുവനായും കാണുമ്പോൾ എന്ത് സംഭവിക്കും? ആദ്യത്തെ 1 മണിക്കൂർ കൊണ്ട് 25,000 പേര് കാണുമ്പോൾ ഉടനടി യൂട്യൂബിൻ്റെ അൽഗോരിതം റിയലൈസ് ചെയ്യാൻ പോകുന്നത് അതൊരു മെഷീനാണ്. അത് റിയലൈസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? അത് സോഫ്റ്റ്വെയർ ആണ്. അത് റിയലൈസ് ചെയ്യാൻ പോകുന്നത് ഇത് ഭയങ്കരമായിട്ടുള്ള വീഡിയോ ആണ്. കണ്ട 25,000 പേര് ഫസ്റ്റ് മണിക്കൂറിൽ കണ്ടു, അതിൽ തന്നെ 1,500 ലൈക്കുകൾ കിട്ടി, 5% ലൈക്കുണ്ട് എന്ന് പറയുമ്പോൾ ഈ അൽഗോരിതം പെട്ടെന്ന് മാറുകയും കൂടുതൽ ഇംപ്രഷൻസിലേക്ക് പോവുകയും ചെയ്യും. അപ്പം നാച്ചുറലി പിന്നെയും ഗ്രോത്ത് ഉണ്ടാവും. ഇനി 10 പേരോട് ഇത് നിങ്ങൾ കണ്ടോളൂ എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഏത് സംഭവവും നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്തു നോക്കിക്കോ, നിങ്ങൾ അറിയാതെ അതിന് അഡിക്റ്റ് ആവും. അത് മാത്രമല്ല അതേ പാറ്റേൺ ഉള്ള വീഡിയോസ് മാത്രമേ വീഡിയോസ് വരുള്ളൂ എന്ന് മാത്രമല്ല, നിങ്ങൾ അതിനെ അറിയാതെ അഡിക്റ്റ് ആവും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം താങ്കളോട്. താങ്കൾ വീട്ടിലിരിക്കുന്ന ഒരു ചെയർ ഉണ്ടാവുമല്ലോ. ഞാനും എൻ്റെ ബ്രദറും കൂടി എല്ലാ ദിവസവും കിച്ചണിലൊരു ഒരു സ്റ്റൂളിന് വേണ്ടി ഞങ്ങൾ പണ്ട് അടികൂടുമായിരുന്നു. എന്താ വെച്ചാൽ വി ആർ കംഫർട്ടബിൾ ദർ. നമ്മളൊരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ എന്താണ് കംഫർട്ടബിൾ ആണ്, മനസ്സിലായോ? അത് കാറിൽ പോലും നമ്മൾ അങ്ങനെയാണ്. ഇപ്പം ഞാൻ ബാക്കിലിരിക്കുമ്പോൾ വേറെ ആരെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ബോസ് സീറ്റ് എന്ന് പറഞ്ഞൊരു സീറ്റുണ്ട്. ആ സീറ്റിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ അറിയേണ്ടത്, നമ്മളത് മറികടക്കാൻ, അത് ബ്രേക്ക് ചെയ്യാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയും നമ്മളങ്ങനെ ഒന്നിനും അഡിക്റ്റ് ആവില്ല എന്നൊക്കെ പറയും. നമ്മൾ 10,000 കാര്യങ്ങൾക്ക് അഡിക്റ്റാണ്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞ കാര്യവും കൂടി സംഭവിക്കുന്നത് ഇതിനനുസരിച്ചുള്ള ബാക്കിയുള്ള വേറെ കണ്ടന്റുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബോധപൂർവമല്ലാതെ തന്നെ നമ്മൾ വൺ സൈഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വൺ സൈഡ് ആകുമ്പോൾ അവരുടെ വ്യൂവർഷിപ്പ് പിന്നെയും കൂടും. പിന്നെ ഇതിൻ്റെ അടുത്തൊരു ഘട്ടവും കൂടിയുണ്ട്, താങ്കൾ ചിന്തിക്കാത്തൊരു കാര്യം എന്താണെന്നറിയോ? ഇതുകൊണ്ട് ഈ കണ്ടന്റ് മേക്ക് ചെയ്യുന്നവരും അഡിക്റ്റ് ആവും. കാരണം എന്താ, ഈ ലെവലിലുള്ള കണ്ടന്റ് വിട്ടാലേ ഇനി എനിക്ക് വ്യൂവർഷിപ്പ് ഉണ്ടാവുള്ളൂ എന്ന് അവർ മനസ്സിലാക്കും. അല്ല, യാഥാർത്ഥ്യമല്ലത്. പക്ഷെ അവൻ മനസ്സിലാക്കുന്നത് എന്താ, അവനിത് ബ്രേക്ക് ചെയ്ത് പുറത്തെടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഒരു സംഭവം, അതായത് ഒരു കണ്ടന്റ് വിട്ടു, ആ കണ്ടന്റ് വിടുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കണ്ടന്റ് എന്ത് ചെയ്യും, ഈ വേറെ ഒരെണ്ണം വിട്ടു നോക്കുമ്പോഴത്തേക്കും അതിന് വ്യൂവർഷിപ്പ് ഉണ്ടാവില്ല. അപ്പം നാച്ചുറലി എന്ത് ചെയ്യും, ഈ സെയിം കണ്ടന്റ് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ലൂപ്പിലേക്ക്, യഥാർത്ഥത്തിൽ ഒരു വിഷ്വൽ സർക്കിളിലേക്ക് ഈ പറയുന്ന പ്രേക്ഷകരും ആളുകളും വീഴും. ഇതൊന്നും യഥാർത്ഥത്തിൽ CPM എന്ത് ചെയ്തേയില്ല, ശ്രദ്ധിച്ചേയില്ല. CPM യഥാർത്ഥത്തിൽ 10-20 കൊല്ലങ്ങളായി ഈ സമൂഹത്തിൽ വലിയ അപ്രമാദിത്വം ഉണ്ടായിരുന്നത് CPM-നാണ്. കാരണം ബുദ്ധിജീവികൾ, അവരോട് മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല, വാദിച്ച് ജയിക്കാൻ പറ്റില്ല. 50 മണ്ഡലങ്ങൾ, സ്ഥിര മണ്ഡലങ്ങൾ, നമ്മളിപ്പോൾ പോകണ്ട. ഞാൻ പറഞ്ഞത് 50 മണ്ഡലങ്ങളുടെ കാര്യമല്ല, ഇത്തരത്തിൽ വാദിച്ച് ജയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു ഇമേജ് ഉണ്ടായി. ആ ഇമേജിൽ നിന്ന് യഥാർത്ഥത്തിൽ പതുക്കെ പോയി. ഇനി അടുത്ത എന്താ സംഭവിക്കുന്നത്? അടുത്തത് സാറ്റലൈറ്റ് ചാനലുകളിൽ ചർച്ചയ്ക്ക് വിടുന്നവരുടെയും ലെവൽ മാറി. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഒരു 7 മണി മുതൽ 9 മണി വരെയുള്ള ചർച്ചക്കിടയിൽ സ്വാഭാവികമായിട്ടും ആ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുകയാണ്. ഏത് 9-10 ചാനലുകളിൽ ഒരേ സമയം ചർച്ച നടക്കുകയാണ്. ഈ ഒരേ സമയം ചർച്ച നടക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അവിടേക്ക് വിടുന്ന ആളുകൾ ആരായിരുന്നു നേരത്തെ വിട്ടുകൊണ്ടിരുന്നത് എ.പി. രാജേഷ്, സ്വരാജ്, അതുപോലെ P. രാജീവ്, ഇത്തരത്തിലുള്ള ആളുകളാണ്. അതിന് പകരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോലും പേരറിയാത്ത, പലപ്പോഴും പാർട്ടിക്ക് പോലും അറിയാത്ത നിരവധി നിരീക്ഷകരെയും അതുപോലെ ആർഷോയെയും പോലെയുള്ള ആളുകളെയൊക്കെ ചർച്ചയ്ക്ക് റെജി ലൂക്കോസിനെയൊക്കെ ചർച്ച കൂട്ടും. റെജി ലൂക്കോസിനും ചർച്ച കൂടുന്നത് ഇവരല്ല, പകരം മാധ്യമങ്ങളുടെ ഒരു തന്ത്രമാണത്. കാരണം എന്താ, നിങ്ങൾക്ക് കൊല്ലാൻ ഒരാളെ വേണം. ആ കൊല്ലാൻ ഒരാളെ വേണുമ്പോൾ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും മോശം ആളെ നോക്കി ഇവരെന്ത് ചെയ്യും, കൊല്ലും, സെലക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അവനെ ഇട്ട് തകർക്കും. അപ്പോൾ ഇവരുടെ അജണ്ട നടപ്പാക്കും. അപ്പോൾ അങ്ങനെ റെജി ലൂക്കോസ് മുതൽ ഹസ്കർ മുതലുള്ള നിരവധി ആളുകൾ ഇവർ ചർച്ചയ്ക്ക് വിളിച്ചു. യഥാർത്ഥത്തിൽ പാർട്ടി അറിഞ്ഞിട്ടില്ല. പക്ഷേ പാർട്ടിക്ക് ഒരു കാര്യം ചെയ്യാം, CPM-ന് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, പാർട്ടിക്ക് ഇവരെ തള്ളിപ്പറയാം. പാർട്ടി അതും ചെയ്തില്ല. അപ്പോൾ പാർട്ടി തള്ളിപ്പറയായിരുന്നുകൊണ്ട് പാർട്ടിയുടെ സൈഡാണ് ഇവർ പറയുന്നതെന്ന് വിചാരിച്ചു. ഇവർ പറയുന്ന വിഡ്ഢിത്തങ്ങളും ബാക്കിയുള്ളതൊക്കെ കേട്ട് ജനം എന്ത് ചെയ്തു, ഉറിച്ചിരിച്ചു. കാരണം തൊട്ടപ്പുറത്ത് അബിൻ വർക്കിയും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ വന്ന് ഗംഭീരമായി പെർഫോം ചെയ്യുന്നു എന്നുള്ള ലെവലിലേക്ക് അവരെത്തി. കൂടാതെ ഏഷ്യാനെറ്റിൽ വന്ന് ശ്രീത് പണിക്കരെ പോലെയുള്ള ആളുകളൊക്കെ കുറച്ചുകൂടി പഠിച്ചിട്ടും ബോധത്തോടു കൂടിയാണ് പറയുന്നത് എന്ന് പറയുന്ന ധാരണയിലേക്ക് എത്തി. ഇതിൻ്റെ അൾട്ടിമേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ CPM പറയുന്നതൊന്നും ജനം കാര്യമായിട്ട് എടുക്കുന്നില്ല, ശ്രദ്ധിക്കാതെ. അപ്പം ഇത്തരത്തിൽ എല്ലാം ഒരു തമാശ എന്നുള്ള രീതിയിലാണ് ജനം ശ്രദ്ധിച്ചു പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ബാക്ക് ഫുട്ടിലേക്ക് പോകുന്ന CPM-ൻ്റെ വലിയ പ്രശ്നമുണ്ടായി. ഈ പ്രശ്നം കൊണ്ടിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, സത്യത്തിൽ CPM-ൻ്റെ ഗവൺമെൻറ്റിനെ പോലും ഡിഫെൻഡ് ചെയ്യാൻ കൃത്യമായിട്ട് ആരും പുറത്തേക്ക്
വന്നില്ല, അല്ലെങ്കിൽ വരാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരാൻ കഴിയാത്ത അവസ്ഥയിലേക്കല്ല, ആരും തന്നെ വന്നില്ല. കാരണം വെച്ചാൽ ഇവർ പലരും മന്ത്രിമാരായി, ഇവർക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ടായി. അപ്പോൾ ഇവരൊക്കെ എന്താണ് അത്തരത്തിൽ ലെവൽ കുറഞ്ഞ മാധ്യമ ചർച്ചകൾക്ക് ഞങ്ങൾ പോകണ്ടെന്നായി. പക്ഷെ ഇത്തരത്തിലുള്ള മാധ്യമ ചർച്ചകളാണ് ലക്ഷക്കണക്കിന് ആളുകളെ ഡെയിലി സ്വാധീനിക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അവരെ നയിക്കുന്നു. പകരം നിങ്ങൾ അറിയേണ്ടത് ഇതെല്ലാം തന്നെ റീലുകളായി, ഷോർട്സുകളായി, ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ത്രെഡ്സിലും ഒക്കെ നിറയുന്ന ഒരു ലെവലിലേക്ക് എത്തി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇതുപോലെ നാച്ചുറലി ആളുകളുടെ നിന്ന് പോയി. അപ്പോൾ ആശയപരമായിട്ടുള്ള ഒരു മേൽക്കൈ നേരത്തെ 10-20 കൊല്ലം മുമ്പ് സമൂഹത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് കുറഞ്ഞു വന്ന് ഏറ്റവും ഒടുവിലെത്തിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അത് തീരെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക്. ഇതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രചരണം നമ്മൾ കാണേണ്ടത് മീഡിയ വണ്ണിൻ്റെ അല്ലേ? മീഡിയ വണ്ണിന് ഒരു അജണ്ട ഉണ്ടായിരുന്നു. അത് പിണറായി വിജയനെയും ഈ ഇടതുപക്ഷത്തെയും സമ്പൂർണ്ണമായി തകർക്കണം, അത് സംഘപരിവാറിനോടൊപ്പം ചേർത്തുകൊണ്ട് തകർക്കണം എന്നൊരു അജണ്ട. മീഡിയ വണ്ണ് മാത്രമല്ല, നിങ്ങൾ അറിയേണ്ടത് മീഡിയ വണ്ണ് മാത്രമല്ല, അതാണ് പറഞ്ഞത്, ഒരു പ്രോ ഇസ്ലാമിക് അല്ലെങ്കിൽ ഒരു ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ തന്നെ CPM എതിർത്തു. അതോടൊപ്പം തന്നെ എന്ത് സംഭവിച്ചു? ഒരു സൈഡിൽ നിന്ന് സംഭവിക്കുന്നത് ജനം TV മുതൽ ഈ മറുനാടൻ ഷാജൻ മുതൽ കേരളത്തിലെ എല്ലാ സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സും എതിർക്കാൻ തുടങ്ങി. കാരണം അവരെല്ലാം പ്രോ സംഘപരിവാറാണ്. അപ്പോൾ 4 സൈഡിൽ നിന്നും അറ്റാക്കുകൾ വരികയാണ്. അറ്റാക്കുകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ആരുടെ കയ്യിലുണ്ട്? CPM കയ്യിലുണ്ട്. പക്ഷേ CPM അതൊന്നും ഉപയോഗിച്ചില്ല. എം സ്വരാജിനെയോ അല്ലെങ്കിൽ നിരവധി ആളുകളെയോ പറഞ്ഞു വിട്ട്, ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ഒക്കെയുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകളെ പറഞ്ഞു വിട്ട് ഇത് എന്ത് ചെയ്യാം, ഒരു പ്രതിരോധം തീർക്കാം. അത് ചെയ്തില്ല. ഇനി അടുത്ത സംഭവം എന്താ? അടുത്ത സംഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, CPM വേണ്ടി സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കാൻ ഇറങ്ങിയവർ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ന്യായീകരിച്ചു. അതായത് ഞാനെപ്പോഴും പറയാറുണ്ട്, 2 കുട്ടികൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ ഒരു കുട്ടീനെ പെൻസിലൊന്ന് കുത്തി എന്ന് പറഞ്ഞാൽ കുത്തുന്ന കുട്ടിയെ നമ്മൾ സ്വാഭാവികമായിട്ടും അത് മോൻ ചെയ്തത് ശരിയല്ല എന്ന് ഏത് ടീച്ചറും പറയും, അവനെ വഴക്ക് പറയും. പക്ഷേ ഇങ്ങനെ പെൻസിലിൽ കുത്തിയിട്ട് നിൽക്കുമ്പോൾ ആ പെൻസിലിൽ കുത്തുകൊണ്ട കുട്ടി മറ്റേ കുട്ടിയുടെ മൂക്കിടിച്ച് പറഞ്ഞ് ചോര എടുത്തുകയാണെങ്കിൽ നമ്മൾ പിന്നെ ആരുടെ പക്ഷത്ത് നിൽക്കും? മറ്റേ കുട്ടിയുടെ പക്ഷത്ത്. ഇതാണ് കാര്യം, റിലേറ്റീവാണ് കാര്യം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടിനെ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളെ പോലെ ഒരു വിമർശനം ഉന്നയിക്കുന്ന ആളുകളെ വളരെ മോശപ്പെട്ട വൃത്തികെട്ട രീതിയിൽ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് അങ്ങനെ നിഷാ പുരുഷോത്തമനടക്കം സ്മൃതി പരുത്തിക്കാടക്കം ഇത്തരത്തിലുള്ള സിന്ധു സൂര്യകുമാരടക്കമുള്ള ആളുകൾ ഇതുപോലെ പറയാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചത് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞിട്ടുള്ള വസ്തുതകളെ പൊളിക്കാതെ, ആ പൊളിക്കാനുള്ള ഒരു ശ്രമവും നടത്താതെ കൃത്യമായി ഇതെന്ത് വൃത്തികേടാണ് ഇവർ ഈ കാണിക്കുന്നത് എന്ന് പൊതുജനത്തിന് നേരത്തെ പറഞ്ഞ പോലെ പെൻസിലിൽ കുത്തിയത് ആളുകൾ മറക്കുകയും മൂക്കിടിച്ച് ചോര വരുത്തിയത് വളരെ മോശമല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അതായത് ഒരു സാധാരണ പബ്ലിക്കായിട്ടുള്ള ജനം പോലും അപ്പുറത്തെ സൈഡിലേക്ക് എന്ത് ചെയ്തു പോയി. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് എന്തുകൊണ്ടായിരിക്കും CPM ഇതൊന്നും ഒട്ടും ബോധർ ചെയ്യാതിരുന്നത്? എനിക്ക് തോന്നുന്നു അധികാരത്തിന്റെ ഒരു അലസത അവരെ ബാധിച്ചിരുന്നു. തീർച്ചയായിട്ടും അധികാരത്തിന്റെ അലസതയാണ്. പിന്നെ ഇതൊന്നും ഫാസ്റ്റായി ഇങ്ങനെ മാറുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തോന്നിയില്ല. ഈ തോന്നിയില്ല എന്നുള്ളതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയാം. ഇതിൻ്റെ ഇടയിലൂടെയാണ് മറ്റ് നിരവധി തെരഞ്ഞെടുപ്പുകൾ സംഭവിക്കുന്നത്. ഇപ്പോൾ 2021 ശേഷം താങ്കൾ അറിയേണ്ടത് എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ഇതെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള ഒരു ലീഡ് UDF തന്നെ നേടിയിരുന്നു. അല്ല, ആ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF ലീഡ് നേടി എന്നുണ്ടെങ്കിൽ പോലും UDFന്റെ കയ്യിലിരുന്ന മണ്ഡലങ്ങൾ മാത്രമാണ് അവർ നിലനിർത്തിയത്. CPM അത്തരത്തിലുള്ളൊരു ന്യായീകരണമാണ് ഏറ്റവും ആദ്യം ചമച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് അല്ല, അത് മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ CPM നടത്തിയിട്ടുള്ള ന്യായം എന്ന് പറയുന്നത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും എപ്പോഴും ഒരു മേൽക്കൈ ഉണ്ടാകുക UDFനാണ്. അത് മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പുകളിൽ UDFന്റെയും കോൺഗ്രസിന്റെയും എല്ലാ മെഷീനറിയും ഒരേ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കും. പക്ഷെ ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്കതിന് കഴിയില്ല എന്നുള്ള ഒരു ന്യായങ്ങളൊക്കെയാണ് CPM നിരത്തിക്കൊണ്ടിരുന്നത്. കറക്റ്റാണ് താങ്കൾ പറഞ്ഞത്. അത്തരത്തിലുള്ള ന്യായങ്ങളൊക്കെ നിരത്തിക്കൊണ്ടിരിക്കുമ്പോഴും CPM കാണേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അവർ തോറ്റു. ഒന്ന് ആലോചിച്ച് നോക്കണം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം പാർട്ടി മെഷീനറി ഒന്ന് വർക്ക് ചെയ്യുകയും മുഹമ്മദ് റിയാസ് പോലെയുള്ള ആളുകൾ വലിയ സമ്പന്നരായിട്ടുള്ള മുസ്ലിം ആളുകളുടെ വീടുകളിൽ കയറുകയും അതേസമയം ആരിഫിനെ പോലെയുള്ള ആളുകൾ കുറച്ചുകൂടി റേഞ്ച് കുറഞ്ഞ ആളുകളുടെ വീട്ടിൽ കയറുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ
വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രചരണം നടത്തിയതാണ്. പക്ഷെ പ്രചരണം നടത്തിയിട്ടും അവിടെ നമുക്കറിയാം അവിടെ CPM ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റല്ല. പക്ഷെ അതിൽ പോലും CPM പറ്റിയ മിസ്റ്റേക്ക് CPM 99 100 പോകുന്നു എന്ന് പറഞ്ഞൊരു പ്രചരണം നടത്തി. CPM വലിയ വാശിയോടുകൂടി ശ്രമിച്ചു നോക്കി. പക്ഷെ അവിടെ ദാരുണമായി പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് മാത്രമല്ല ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് ചെയ്തത്. അല്ല, അത് കോൺഗ്രസിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ്. അത് സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞ ആ തെരഞ്ഞെടുപ്പിൽ കുഴപ്പമില്ല. ഇപ്പൊ PT തോമസിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിക്കുമ്പോൾ നമ്മുടെ ഏത് തെരഞ്ഞെടുപ്പിലും അങ്ങനെ വർദ്ധിക്കാറുണ്ട്. അങ്ങനെ വർദ്ധിച്ചു, അത് കുഴപ്പമില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ? ഈ വിഷയം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ 61% വോട്ട് നേടിയാണ് പുതുപ്പള്ളിയിൽ ഈ ചാണ്ടി ഉമ്മൻ ജയിക്കുന്നത്. അവിടെയും ഇതുപോലെ ഞാൻ ആ തെരഞ്ഞെടുപ്പ് ഞാൻ പറയട്ടെ, ഞാൻ ആ തെരഞ്ഞെടുപ്പ് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്ത ഒരാളാണ്. എന്ന് പറഞ്ഞാൽ 36,400-ലധികം വോട്ട് നേടി ജയിക്കുമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. 37,000-ലധികം വോട്ട് നേടിയാണ് ജയിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. 1000 വോട്ടിന് വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവിടെയും തെരഞ്ഞെടുപ്പ് നടന്നു, അവിടെയും അഭൂതപൂർവ്വമായിട്ടുള്ള വിജയമുണ്ട്. ഇത് രണ്ടും CPM എഴുതിത്തള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് രണ്ടും ഉമ്മൻചാണ്ടിയുടെ മരണത്തോടുകൂടി മകൻ മത്സരിക്കുമ്പോൾ ഉറപ്പായിട്ടും മറ്റേത് PT തോമസിന്റെ അത് മാത്രമല്ല 2 മണ്ഡലങ്ങളും കോൺഗ്രസിന്റെ. പക്ഷേ ഇതുകൊണ്ടുണ്ടാകാവുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് CPM തിരിച്ചറിഞ്ഞില്ല. കാരണം ഇതിന് ശേഷം നമുക്കറിയാം 2021 ശേഷം ചേലക്കരയിലും അതുപോലെ പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നു. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാറ്റേൺ വേറെയാണെന്ന് പറയാം. പക്ഷേ ഇതൊക്കെ കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചേലക്കര ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും കൈവിട്ടു പോകുന്നു. ചേലക്കരയിൽ തന്നെ K. രാധാകൃഷ്ണൻ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നിലനിർത്താൻ പറ്റാതെ 12,000-ലേക്ക് കൂപ്പുകുത്തി വീഴുന്നു. അപ്പോൾ പക്ഷെ പ്രധാനപ്പെട്ട വിഷയം ആ 12,000-ലേക്ക് കൂപ്പുകുത്തി വീഴുന്ന ചേലക്കരയിൽ യഥാർത്ഥത്തിൽ അന്ന് അവിടെ കോൺഗ്രസ് ജയിക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതാണ് പഠിക്കേണ്ടത്. ആ വോട്ടുകൾ BJP ആണ് നേടിയത്. ആ വോട്ടുകൾ BJP മുഴുവനായി നേടിയില്ല. മഹാഭൂരിപക്ഷം വോട്ടുകളും BJP നേടി. അല്ല, അതിൽ 9,000 വോട്ടുകൾ കൃത്യമായിട്ട് BJP നേടുകയും യഥാർത്ഥത്തിൽ 3,900-ഓളം വോട്ടുകൾ PV അൻവറിന്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് നേടുകയും ചെയ്തു. നമ്മുടെ സുഹൃത്തായിട്ടുള്ള PV അൻവർ സ്ഥാനാർത്ഥി അവിടെ നിന്ന് നേടി. അപ്പോൾ ഈ 2 വോട്ടുകൾ യഥാർത്ഥത്തിൽ കൂട്ടിച്ചേർത്ത് വെച്ചാൽ നിസാര വോട്ടുകൾക്കാണെങ്കിലും ഒരുപക്ഷെ അവിടെ എന്ത് ചെയ്യുമായിരുന്നു? ഈ പറയുന്ന ചേലക്കരയിലെ പോലും സ്ഥാനാർത്ഥി CPM പരാജയപ്പെടുമായിരുന്നു. അപ്പോൾ ഈ വോട്ട് നഷ്ടങ്ങളുടെ കണക്കെടുക്കുകയും ഇതിനെ ഗൗരവത്തോടുകൂടിയും കണ്ടില്ല. ഇനി ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ചത്? ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് ഞാൻ പിന്നെ പറയുന്നില്ല, അതിൽ വലിയ പരാജയം ഉണ്ടായി. പക്ഷെ അതിൽ നിന്നും CPM കൃത്യമായിട്ട് കണക്കെടുത്തില്ല. അതിൽ CPM കരുതിയിരുന്നത് ഇത് ലോക്സഭയിലെ പാറ്റേൺ ആണ്. പ്രത്യേകിച്ച് CPM പ്രത്യേകിച്ച് പാർലമെന്റിൽ റോളൊന്നുമില്ല. അതോടൊപ്പം തന്നെ അത് നടപ്പാക്കുന്നത് BJPക്കും സംഘപരിവാറിനുമെതിരെ പോരാടുന്നത് കോൺഗ്രസ് ആണെന്നുള്ള ഒരു പ്രതിച്ഛായയാണ് അന്ന് പലരും കരുതിയിരുന്നത് എന്നുള്ളതാണ് CPM ഹാൻഡിലുകൾ പറയുന്നത്. എല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ ഇതുവരെ നമുക്ക് ശ്രമിക്കും. ഈ പറയുന്ന താങ്കൾ പറയുന്ന ഈ ന്യായീകരണങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ CPM പോലൊരു പാർട്ടി അങ്ങനത്തെ ഒരു പാർട്ടിയല്ല. CPM ജയിച്ചാലും തോറ്റാലും അതിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് വിശകലനം ചെയ്യുന്നൊരു പാർട്ടി ആയിരുന്നു അതുവരെ. കാരണം ഇപ്പം അമ്പലപ്പുഴയിൽ എസ്സലാം ജയിച്ചതിന് ശേഷവും അതിൽ G. സുധാകരൻ കൃത്യമായി പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നടപടിയെടുത്ത ആളുകളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ സൂക്ഷ്മമായി ഇതിനെ വിലയിരുത്തുന്നതിൽ അവർ ഗംഭീരമായി പരാജയപ്പെട്ടു. ഇനി ഇതെല്ലാം പോട്ടെ, ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ സംഭവം കൂടി ഉണ്ടായി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ പുറത്തേക്ക് വന്നു. നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ പുറത്തേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഒരു ഭരണപക്ഷത്തെ തന്നെ MLA ഭരണപക്ഷത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിമർശനം ഉന്നയിക്കുന്നു. വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം, അതിപ്പോൾ ആർക്കും ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് സംഭവിക്കുന്ന എഫക്റ്റ് എന്താ? PV അൻവറിന് അഭൂതപൂർവമായിട്ടുള്ള ഒരു പിന്തുണ കിട്ടുന്നു. അദ്ദേഹം പ്രസംഗിക്കാൻ ചെല്ലുന്നിടങ്ങളിലൊക്കെ ആളുകൾ കൂടുന്നു. ഞങ്ങൾ CPM-കാരാണ്, ഞങ്ങൾ DYFI-കാരാണ്, ഇടതുപക്ഷക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൂടുതലുണ്ടാകുന്നു. നിരവധി CPM വിട്ടുപോയിട്ടുള്ള അണികളൊക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം ചേരാൻ വേണ്ടി ചെല്ലുന്നു എന്ന് പറയുമ്പോഴെങ്കിലും CPM ഇതിനെക്കുറിച്ച് കൃത്യവും വിശദവുമായി പഠിക്കേണ്ടതാണ്. ആ സമയത്തും ഇതെന്ത് ചെയ്തില്ല, പഠിച്ചില്ല. അന്ന് ഗോവിന്ദ മാഷ് നൽകിയിട്ടുള്ള മറുപടി എന്തായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞത് ഓരോ സംഭവമായിട്ട് എടുത്തു പോയാൽ നമ്മുടെ പോഡ്കാസ്റ്റ് ഇപ്പം 10 മണിക്കൂർ കൊണ്ടുപോലും തീരില്ല. അത് മാത്രമല്ല, ഗോവിന്ദ മാഷ് മുതൽ പിണറായി വിജയൻ വരെയുള്ള ആളുകൾ അതിന് വിശദമായി മറുപടികൾ നൽകിയിട്ടുണ്ട്. മറുപടികളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, മറുപടികൾ എന്ന് പറയുന്നത് അൻവറിന്റെ പിന്നിൽ മതരാഷ്ട്രവാദികളാണ്, തീവ്ര ഇസ്ലാമിക ശക്തികളാണ് അവിടെ എന്നുള്ള മറുപടിയാണ്. അല്ല, അതൊക്കെ ഉള്ളപ്പോൾ പോലും ഞാൻ പറയുന്നത് CPM വളരെ വിശദമായി ഇതിനെക്കുറിച്ച് പഠിക്കുകയോ ഇതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് തിരിച്ചറിയുകയോ ചെയ്തില്ല. യഥാർത്ഥത്തിൽ അതിന് പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും,
പിണറായി വിജയൻ വന്നിട്ടാണ് PV അൻവറിനെതിരെ മറുപടി പറയുന്നത്. ആ PV അൻവറിനെതിരെ മറുപടി ആദ്യം ഏതാണ്ട് ഒരു 2 മാസത്തോളം പറയാതിരിക്കുകയും പിന്നീട് ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ എന്ന് പറയുകയും ചെയ്തു. ഈ പറഞ്ഞപ്പോൾ പോലും പാർട്ടി മെഷീനറി വലിയ ഫലപ്രദമായി ഇതിനെതിരെ പ്രതിരോധിച്ചില്ല. പകരം എം സ്വരാജിനെ പോലെയുള്ള ചില ആളുകൾ അവിടെ പോയി പ്രസംഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? PV അൻവർ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ PV അൻവർ അവിടെ നിന്ന് 19,000-ലധികം വോട്ട് പിടിക്കുന്നു. ഉറപ്പായിട്ടും അവിടെ 10,000 വോട്ടുകൾക്ക് CPM എന്ത് ചെയ്യുന്നു? തോൽക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ തോൽവികളൊന്നും പ്രശ്നമല്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിലമ്പൂർ ഒരിക്കലും CPM-ൻ്റെ ഒരു മണ്ഡലമൊന്നുമല്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, VD സതീശൻ്റെ ഇമേജ് ഈ സൈഡിൽ ഇത് പറഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇതാ കോൺഗ്രസിനെ റിജുവിനേറ്റ് ചെയ്യാൻ വന്ന, കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ വന്ന, കോൺഗ്രസ്സിൽ PV അൻവറിനെ പോലും മാറ്റി നിർത്തിയാലും കോൺഗ്രസിനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാനും ജയിക്കാനും കഴിയുമെന്ന് പറയുന്ന ഒരു നരേറ്റീവ് സൈമൾട്ടേനിയസ്ലി ഈ പറയുന്ന VD സതീശൻ അനുകൂലമായി ബിൽഡ് ചെയ്യുന്നതും CPM എന്ത് ചെയ്തില്ല. അല്ല, അത് മാത്രമല്ല, കണ്ടില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരിക്കലും നിലപാടിൽ നിന്ന് മാറിയില്ല. ഈ PV അൻവറിന്റെ കേസിൽ PV അൻവറിനെ UDF-ലേക്ക് എടുപ്പിക്കും എന്നുള്ളതിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരിക്കലും മാറാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം പുറത്ത് തന്നെ നിർത്തി. ഈ നിലപാടിൽ നിന്ന് മാറിയോ ഇല്ല എന്നുള്ളതൊക്കെ സെക്കൻഡറിയാണ്. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞത്, അതൊക്കെ ജനങ്ങളെ അത് പറയാൻ നമ്മൾ ഈ ബ്രോഡ്കാസ്റ്റ് എടുത്തേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് നിലപാടുകളിൽ നിന്ന് അദ്ദേഹം മാറിയില്ല എന്നുള്ള സെക്കൻഡറിയാണ്. എൻ്റെ പ്രശ്നം, ഈ നിലപാടുകളിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടില്ല എന്നും അദ്ദേഹം നിലപാടുകളുടെ രാജകുമാരാണെന്ന് പറയുന്ന ഒരു നരേറ്റീവ് മാധ്യമങ്ങൾ കൃത്യമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട്, സോഷ്യൽ മീഡിയയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്യുന്നത് CPM ശ്രദ്ധിച്ചില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പല നിലപാടുകളിൽ നിന്നും പുറകോട്ട് പോയിട്ടുണ്ട്, ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ, ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഞാനാണ് ഒരു ചീഫ് സ്ട്രാറ്റജിസ്റ്റ്, ഞാൻ പറയുന്ന രീതിയിലാണ് ഇലക്ഷൻ നടക്കുന്നത്, ഞാൻ പറയുന്ന കണക്കുകൾ പ്രകാരമാണ് റിസൾട്ടുകൾ വരുന്നത്, ഞാൻ ഭയങ്കര കൂർമ്മ ബുദ്ധിയുള്ള വളരെ തന്ത്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് VD സതീശന് നടത്താനും താങ്കൾ ഈ പറയുന്ന പോലുള്ള ഒരു പ്രചരണത്തിനും സാധ്യത ഒരുങ്ങി. അതേസമയം കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിലെ ഒരു നേതാവ് ഇന്ന് വരെ RSPയെ കുറിച്ചോ മുസ്ലിം ലീഗിനെ കുറിച്ചോ പോലും ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല. മനസ്സിലായോ? ആ സമയത്ത് അവരുടെ ഒരു സഖ്യകക്ഷി പോലുമല്ലാത്ത ആളുകളെ കൂട്ടുപിടിക്കുന്നതിനെ കുറിച്ചുള്ള വിമർശനങ്ങളൊന്നും മാധ്യമങ്ങൾ വരുത്തിയില്ല. ഉദാഹരണത്തിന് പാലക്കാട് തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ SDP-യുടെ സഹായം അവർ തേടിയിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു വിജയത്തിന് ശേഷം SDP പ്രകടനം നടത്തിയത്. SDP CPM-ന്റെ ഓഫീസിലേക്ക് പ്രകടനം നടത്തി. ഈ പ്രകടനം നടത്തിയിട്ട് പോലും അതൊരു വലിയ ചർച്ചയായില്ല കേരളത്തിൽ. മനസ്സിലായോ? ആ ചർച്ചയായില്ല. ഒന്ന്. ഇനി രണ്ടാമത്തത്, ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് അദ്ദേഹം പറയുകയും നിലമ്പൂരിൽ അവരുടെ പിന്തുണ നേടുകയും ചെയ്തിട്ടും അതും വലിയ രീതിയിൽ ചർച്ചയായില്ല എന്ന് മാത്രമല്ല, പകരം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടുകയും മതരാഷ്ട്രവാദം ഇല്ല അവർക്കെന്ന് പറയുകയും ചെയ്തതിലൂടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, മീഡിയ വൺ ഏതാണ്ട് പരിപൂർണമായും ഇവരുടെ ഒരു പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം ഏറ്റെടുക്കുകയും ഇടത് ഹിന്ദുത്വ ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, BJPയും ഇടതും കൂടി ഒന്നിച്ചാണ് എന്ന് പറയുന്ന ഒരു പ്രചരണം നടത്തുകയും, ശബരിമലയെ അധിക്ഷേപിച്ച ഒരാളാണ് എം സ്വരാജ് എന്ന് പറയുന്ന പ്രചരണം നടത്തുകയും, അവിടെ എം സ്വരാജിൻ്റെ അദ്ദേഹം നേരത്തെ പണ്ട് MLA ആയിരുന്നപ്പോൾ തൃപ്പൂണിത്തുറയിലെ ഒരു മതപരിവർത്തന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത നിലപാട് ശരിയില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ഡിഫെൻഡ് ചെയ്യാനായിട്ട് CPM-ൽ നിന്ന് ആരൊക്കെ വരുന്നോ അവരെ എല്ലാവരെയും തന്നെ BJP സംഘപരിവാർ പക്ഷത്തേക്ക് ചേർത്ത് നിർത്തുകയും PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ് തന്നെ RSSുമായി ഒരു ഡീല് നടത്തുന്ന ഗവൺമെൻറ്റാണെന്ന് പറയുകയും അതിന് ചില സൗകര്യങ്ങൾ CPM ചെയ്തു കൊടുത്തു. ഉദാഹരണത്തിന് തൃശ്ശൂർ പൂരത്തിൻ്റെ കേസിൽ അത് അട്ടിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ സുനിൽകുമാറിന് പോലും ഇത് ബോധ്യപ്പെട്ടില്ല എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഏതാണ്ട് പരിപൂർണമായും BJPയെ അവിശ്വസിക്കുന്നത് പോലെ തന്നെ അവരോട് ചേർന്ന് നിൽക്കുന്ന CPM-നെയും നമ്മൾ അവിശ്വസിക്കണം. കാരണം CPM-ഉം പിണറായിയും അതുപോലെ BJPയും ഒക്കെ തന്നെ ഒന്നാണ് എന്ന് പറയുന്ന ഒരു ഫീൽ ഇവർ സൃഷ്ടിക്കുകയും അങ്ങനെ ഫീല് സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ 2019 തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു അവതരിപ്പിക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെ മുഴുവൻ ഒന്നിച്ച് ചേർക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടുത്തൊരു സൈഡ് കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? ഇതെല്ലാം ഒരു സൈഡിലൂടെ സംഭവിക്കുന്നു. അതായത് നിങ്ങളത് ആലോചിച്ച് വെക്കണം. ഒരു ഏഷ്യാനെറ്റും മീഡിയ വണ്ണും ഒക്കെ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, അവരോടൊപ്പം കൈകോർത്ത് നിൽക്കുന്നു. CPIയും അതുപോലെ തന്നെ ഘടകകക്ഷികളും പോലും CPM-നെ കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്.
CPM-ന്റെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ ബേസിന് കൂടി വലിയ പ്രശ്നമുണ്ടാകുന്നു. എന്താണ് പ്രശ്നം? വോട്ട് ബാങ്കിന് കൂടി ഈഴവ വോട്ട് ബാങ്കിന്റെ പ്രശ്നം മാത്രമല്ല, ആ ഈഴവ വോട്ട് ബാങ്കിന്റെ പ്രശ്നമുണ്ടാകാനുള്ള കാര്യം ഒന്ന്, ഈ പറയുന്ന പോലെ അതേസമയം തന്നെ എന്ത് ചെയ്യുന്നു, ഇത് ഹിന്ദുത്വ അജണ്ട കൃത്യമായിട്ട് മറ്റൊരു സൈഡിൽ കൂടി നടപ്പാക്കുകയും ഈഴവ വോട്ട് ബാങ്കുകളിൽ 42% വോട്ട് ബാങ്കുകളൊക്കെ പോവുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതുമാത്രമല്ല പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്ന ഒരു പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ, ഒരു മതത്തെ എതിർത്തിരുന്ന ആളുകൾ, മതം മനുഷ്യനെ വയ്ക്കുന്ന കറുപ്പാണെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ, അവർക്ക് ചേർന്ന് നിൽക്കാൻ ഒരു ചേരി ഉണ്ടായിരുന്നുള്ളൂ, അത് ഇടതുപക്ഷമാണ്. ഒരു ബ്രോഡ് ലെഫ്റ്റ് എന്ന് പറയുന്ന പക്ഷമാണ്. ആ പക്ഷത്തിലേക്ക് ആരിടിച്ചു കയറിയെന്നറിയാമോ? ആ പക്ഷത്തിലേക്കാണ് യുക്തിവാദികളുടെ സംഘം വന്ന് കയറുന്നത്. എന്ന് പറഞ്ഞാൽ ആരിഫ് ഹുസൈൻ തെരുവോത്ത് മുതൽ രവിചന്ദ്രൻ വരെയുള്ള ആളുകൾ വളരെ കൃത്യമായി ഷാർപ്പായി CPM-ന്റെ ഐഡിയോളജികളെ തന്നെ, അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ഉട്ടോപ്യൻ ചിന്താഗതിയാണ്, നാലാം മതമാണെന്നും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രമാണെന്നും ഒക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, അവരെ എതിർക്കുന്നു. ഈ എതിർക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. അവർ CPM-നെ എതിർക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവർ BJP-നെ എതിർക്കുന്നുണ്ട്, ഇസ്ലാമിനെ എതിർക്കുന്നുണ്ട്, BJP എതിർക്കുന്നുണ്ട്. BJP ഇതിൽ തന്ത്രപരമായ നിലപാടെടുത്തു. എന്തുകൊണ്ടാണ്? അവരുടെ വിമർശനം കൂടുതൽ CPM-നും പിണറായി വിജയനും ഒക്കെ എതിരാണ്. എന്താ കാര്യം? പിണറായിയാണ് ഭരിക്കുന്നത്, ഒന്ന്. രണ്ടാമത് CPM-ആണ് ഇവിടെ ഏറ്റവും വലിയ കക്ഷിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ CPM-നെയാണ് വലിയ തോതിൽ എതിർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ BJP അവിടെ കൊണ്ടൊരു സൗകര്യം, ഞങ്ങളെയും ഇവർ എതിർക്കുന്നുണ്ട്, പക്ഷെ അത് വലിയ ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഇവർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, എക്സ് മുസ്ലിം എന്ന് പറയുന്ന കാര്യം ഉപയോഗിച്ചുകൊണ്ട് ആരിഫ് ഹുസൈൻ തെരുവോത്തിനൊക്കെ ജനം TV-യിൽ വലിയ പ്രാമുഖ്യം കൊടുത്തു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷയം സെലക്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. BJP-ക്കെതിരെയുള്ള വിഷയമാണെങ്കിൽ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കണ്ട. കാരണം എന്ത് ചെയ്യും, ഇവർ BJP-ക്കെതിരെ പറയും. പകരം എന്ത് ചെയ്യണം, ഒരു ഇസ്ലാമോ ലെഫ്റ്റ് ഐഡിയോളജികൾക്കെതിരെയുള്ള ചർച്ചയാണെങ്കിലോ ഫലസ്തീൻ ഇഷ്യൂ ആണെങ്കിലോ ഇസ്രായേലിനെതിരെയുള്ള ചർച്ചയാണെങ്കിലോ ഇവരെ വിളിക്കണം. കാരണം എന്താ, അവരുടെ വാക്കുകളിലൂടെ ആരും കൂടി നോക്കും, ഇവിടെയുള്ള മറ്റേ മുസ്ലിം സമുദായം കൂടി നോക്കും. അത് മനസ്സിലായിക്കൊണ്ട് ഇവർ ബുദ്ധിപരമായി എന്ത് ചെയ്തു, ഇടപെടിച്ചു. എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം. ജനം TV-യിൽ സ്ഥിരമായിട്ട് ആരിഫ് ഹുസൈൻ തെരുവോത്തിന് വിളിക്കുന്നു. നിരവധി കാര്യങ്ങളിൽ വളരെ സമർത്ഥമായിട്ട് എന്ത് ചെയ്യുന്നു, രവിചന്ദ്രൻ സിയെ വിളിച്ചുകൊണ്ട് പല ചർച്ചകളും നടന്നു. ആ ചർച്ചകളിൽ വേണ്ട ആവശ്യമുള്ള റീലുകൾ മാത്രം കട്ട് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമാക്കുന്നു. ഇനി അടുത്തത് എന്താണെന്നറിയോ? അടുത്ത ഏറ്റവും വലിയ തമാശ, മുനമ്പം വിഷയം നടക്കുമ്പോൾ ആരിഫ് ഹുസൈൻ തെരുവോത്തിന് അവിടെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. പ്രത്യേകിച്ചും രവിചന്ദ്രൻ വന്ന് മുസ്ലിമിനെതിരെ പറഞ്ഞാൽ പോലും അത്ര ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. പകരം ആരുമെന്ന് പറയണം, ആരിഫ് ഹുസൈൻ എന്ന് പറയണം. അപ്പം അതുകൊണ്ട് ആരിഫ് ഹുസൈനെ കൃത്യമായി ഉപയോഗപ്പെടുന്നു. അവർ യഥാർത്ഥത്തിൽ എല്ലാത്തിനും എതിരാണ്. പക്ഷെ എന്ത് ചെയ്തില്ല, അവർക്കൊരു സഹിഷ്ണുതയുള്ള സ്പേസ് ഇവർ കൊടുത്തില്ല. പകരം BJP അത് ഫലപ്രദമായി ഉപയോഗിച്ചു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ഒരു ഇൻ്റലക്ച്വൽസ് മുതൽ ഇങ്ങോട്ട് താഴേക്കുള്ള ആളുകൾ മുതൽ ഐഡിയോളജിക്കൽ ബേസുള്ള ആളുകൾ മുതലുള്ള ആളുകൾക്കെല്ലാം തന്നെ വലിയ തോതിൽ ഇളക്കം തട്ടുകയും ഈ ആളുകളെ മുഴുവൻ മൊബിലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്ത് BJP-യും ഒരു സ്ഥലത്ത് കോൺഗ്രസും അതൊരു സ്ഥലത്ത് മീഡിയ വണ്ണും ഒരു സ്ഥലത്ത് എന്താണ് ഈ ജമാഅത്തെ ഇസ്ലാമിയും ഒരു സ്ഥലത്ത് SDP-യും ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് കോൺഗ്രസും നിലനിന്നുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രചരണം എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഈ പ്രചരണത്തിനിടയിലൂടെ കോൺഗ്രസിൻ്റെ അനുകൂല ചാനലുകൾ VD സതീശനെ കൂടി ഉയർത്തിക്കൊണ്ടുവരുന്നു. ക്യാപ്റ്റനാണെന്നും വളരെ പറഞ്ഞതാണെന്നും ദൃഢമായിട്ടുള്ള നിലപാടുകളുള്ള ഒരാളാണെന്നും പറയുന്ന ഇമേജിലേക്ക് പതുക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നു. കാരണം അത് VS അച്യുതാനന്ദനെ എങ്ങനെയാണ് പബ്ലിക് അറ്റ് ലാർജ് ഒരു ഇമേജ് ഉണ്ടാകുന്നതെന്ന് കൂടി പഠിച്ചുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇതേ മാർഗം പരീക്ഷ. അതേസമയം തന്നെ അന്ന് VS അച്യുതാനന്ദന് എതിര് നിന്നപ്പോൾ പിണറായിക്കുണ്ടായിരുന്ന ഇമേജിലേക്ക് പതുക്കെ പിണറായിയും വീഴാൻ തുടങ്ങുന്നു. മനസ്സിലായോ? അപ്പോൾ ആ കറക്റ്റായിട്ടുള്ള കോമ്പിനേഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കാണുന്നു. ഇനി തുടങ്ങിയിരിക്കുമ്പോൾ അടുത്തൊരു കാര്യം കൂടി സംഭവിക്കും. എന്താ സംഭവിക്കുന്നത്? പാർട്ടിക്കാരായിട്ടുള്ള സഖാക്കളായിട്ടുള്ള പലപ്പോഴും സാഹിത്യകാരന്മാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഒരു തോന്നലുണ്ടാകുന്നു. ആ തോന്നലാണ് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ അടി എന്ന് പറയുന്നത്. ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം അധികാരത്തിലേക്ക് വന്നാൽ പിന്നെ CPM ഇവിടെ ഇല്ലാതാകുമെന്നും ഭരണം അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്ന് പറയുന്ന വലിയൊരു വാചകം അതിവിടെ പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരെ മാത്രം കൃത്യമായി ഉപയോഗിക്കപ്പെടുകയും അത്തരത്തിലുള്ള ചിന്തകളിലേക്കൊക്കെ തന്നെ ആളുകൾ കടക്കുകയും ചെയ്തുകൊണ്ട് ഈ പറയുന്ന ജോയ് മാത്യു അടക്കമുള്ള മുൻ നക്സലൈറ്റ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, വിഹരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ പ്രത്യേകിച്ചൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. നേരത്തെ ഉണ്ടായിരുന്ന റീച്ചിനേക്കാൾ ഇവർക്ക് വലിയ റീച്ച് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നു. ഇതൊന്നും വെറുതെ സംഭവിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളിലൂടെ യഥാർത്ഥത്തിൽ ഒരു പക്ഷം മുഴുവൻ ഉദാഹരണ സഹിതമാണ് ഇവർ പറയുന്നത്. നിങ്ങൾ ബംഗാളിലേക്ക് നോക്കൂ, നിങ്ങൾ ത്രിപുരയിലേക്ക് നോക്കൂ. CPM തകർന്നടിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം CPM തിരിച്ചു വന്നിട്ടുള്ള ചരിത്രമുണ്ടോ? അപ്പോൾ അങ്ങനെ ഉദാഹരണങ്ങൾക്കനുസൃതമായി
പരസ്യമായിട്ട് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ ഉദാഹരണങ്ങൾക്കനുസൃതമായി പറയുന്ന ആളുകൾക്ക് എങ്ങനെയാണ് റീച്ച് കൂടുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയിൽ നാച്ചുറൽ ആയിട്ടൊരു റീച്ച് ഉണ്ടായതൊന്നുമല്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഈ റീച്ച് ഏത് മണ്ടത്തരം പറഞ്ഞാലും ഇവർ കൂടുന്നു. സത്യത്തിൽ യൂട്യൂബിൻ്റെ അൽഗോരിതം പരിശോധിച്ചാൽ യൂട്യൂബിൽ നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒരിക്കലും എല്ലാ വീഡിയോസും നിങ്ങളുടെ കറക്റ്റായി 25,000 50,000 വീതം ഒരു മണിക്കൂറിനകം കയറില്ല. 100% കയറില്ല. നിങ്ങളിപ്പോൾ ധ്രുവറാത്തിയുടെ വീഡിയോ എടുത്ത് നോക്കിക്കോ, ആകാശ് ബാനർജിയുടെ വീഡിയോ എടുത്ത് നോക്കിക്കോ, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച യൂട്യൂബ് വീഡിയോകൾ എടുത്ത് നോക്കിക്കോ. ഏറ്റവും വലിയ തമാശയുണ്ട്, ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് വന്ന വീഡിയോ യൂട്യൂബ് തന്നെ നിർമ്മിച്ചാണ്. അപ്പോൾ അത്തരത്തിൽ പല തമാശകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരിക്കലും വരില്ല. പക്ഷെ കേരളത്തിലെ പല ആളുകൾക്കും ഏറ്റവും ആദ്യം 20,000 25,000 വ്യൂസ് വരുന്നു. എന്തുകൊണ്ടാണ്? 2 ലക്ഷം പേരുള്ള ഒരു സംഘടനയ്ക്ക് പോലും ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഇവരുടെ എല്ലാം റീച്ച് കൂടുന്നു, ഇവരുടെ വാർത്താ പ്രാധാന്യം കിട്ടുന്നു. ഇപ്പോൾ ജോയ് മാത്യു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഉടനെ തന്നെ ഒരു വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്നു. ജോയ് മാത്യു ആരാണ്? ഓക്കെ, ഒരു എഴുത്തുകാരനാണെന്ന് നമുക്ക് പറയാം. പക്ഷെ എന്നാൽ ഭയങ്കരമായിട്ടുള്ള എഴുത്തുകാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ ഒരു സിനിമ, ഇദ്ദേഹത്തിന്റെ റീച്ച് എങ്ങനെ കൂടുന്നത്? സിനിമാടനാണ്. പിന്നെ അടുത്തൊരു കാര്യം ഞാൻ പറയാം, ഈ രമേഷ് പിഷാരടിയെ പോലുള്ള ആളുകൾ പറയുന്നതിന് പോലും വലിയ റീച്ച് കിട്ടുന്നു. എങ്ങനെ കിട്ടുന്നു? വെറുതെ ഈ പറഞ്ഞ പോലെ വളിപ്പൻ കോമഡികൾ അടിക്കുന്നു, പക്ഷെ അതിന് പോലും വലിയ റീച്ച് എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊന്നും തന്നെ CPM എന്ത് ചെയ്തില്ല, കാര്യമാക്കിയില്ല. അപ്പൊ ഇങ്ങനെ CPM ശരിക്കും പറഞ്ഞാൽ ഓരോ കൃത്യമായി ഒരു കാര്യമാക്കാത്തത് കൊണ്ട് തന്നെ ഈ മൊബിലൈസേഷൻ നടക്കുന്നു. ഈ മൊബിലൈസേഷൻ സത്യത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയോ? ജനങ്ങളിൽ ഒരു വ്യാജമായിട്ടുള്ള ഒരു പ്രതിച്ഛായ, ജനങ്ങളുടെ കയ്യിൽ വ്യാജമായിട്ടുള്ള ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കും എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അറിയാത്ത, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും സംസാരിച്ചിട്ടില്ലാത്ത പല ആളുകളെക്കുറിച്ചും ഇത്തരത്തിലുള്ള പ്രതിച്ഛായ നിർമ്മിതികൾ കൊണ്ട് നമ്മൾ അവരെ ചിലപ്പോൾ വെറുക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെടും. ഇപ്പം നരേന്ദ്രമോദി നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹം വളരെ ലാളിത്യമുള്ള ഒരാളാണോ, അദ്ദേഹം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണോ നമുക്കറിയില്ല. അദ്ദേഹം ധരിക്കുന്ന സ്യൂട്ടിന് 10 ലക്ഷം രൂപയുണ്ട്. 10 ലക്ഷം രൂപയുണ്ട്. പക്ഷെ അതിവിടെ കേരളത്തിൽ ചർച്ചയാകാതിരിക്കുകയും പിണറായി വിജയൻ പോയി ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ 42,000 രൂപ റെൻറ്റ് കൊടുത്താൽ അത് ചർച്ചയാവുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഗിമ്മിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, വാട്ട് വി നീഡ് ടു ഈറ്റ് എന്നുള്ളത്, നമ്മൾ എന്താണ് ഭക്ഷിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പോലും അറിയാതെ അവർ നമ്മളെ സ്വാധീനിച്ച് എന്ത് ചെയ്യുന്നു. ഇത് ഇത്തരത്തിലുള്ള പ്രതിച്ഛായ നിർമ്മിതി കേരളം മുഴുവൻ നടന്നുകൊണ്ടിരുന്നു. ഈ നടന്നതിനിടക്ക് ഇടപെടാൻ CPM എന്ത് ചെയ്തു പോയി, മറന്നുപോയി. ഇപ്പോൾ ഈ UDFന് ഒരു വലിയ ഒരു വിജയം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ ഗുണഭോക്താവ് എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ UDF തന്നെയാണോ? ഇതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് എന്ന് പറയുന്നത് ആരാണ് ശരിക്കും? അത് യഥാർത്ഥത്തിൽ അർജുന ഇപ്പോൾ ചോദിച്ചു തന്നെ, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയാൽ. ഇതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ താൽക്കാലികമായ ഗുണഭോക്താവ് UDFും VD സതീശനും, യഥാർത്ഥ ഗുണഭോക്താവ് എന്ന് പറയുന്നത് BJPയുമായിരിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കേരളത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് വലിയ തോതിലുള്ള ഒരു വർഗീയ വിഭജനമാണ്. ഇപ്പോൾ വളരെ സൂക്ഷ്മതലത്തിൽ ഇത് എടുത്തു നോക്കിയാൽ, ഞാനിപ്പോൾ ഇത് പറയേണ്ടതെന്ന് വിചാരിച്ചാണ്, ഇപ്പോൾ കാസർഗോഡുള്ള പല മണ്ഡലങ്ങൾ, ഇപ്പോൾ VP മുസ്തഫ മത്സരിച്ച മണ്ഡലത്തിൽ എൻ്റെ കയ്യിലൊരു ലോക്കൽ ന്യൂസിൻ്റെ പേപ്പർ ഇരിക്കുന്നുണ്ട്. ആ പേപ്പറിൽ പറയുന്നൊരു വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുസ്ലിം ലീഗിൻ്റെ വനിതാ സ്ക്വാഡ് അവിടെയുള്ള വീടുകളിലെല്ലാം തന്നെ കയറിക്കൊണ്ട് ഈ ഒരു അവിശ്വാസിയായിട്ടുള്ള VP മുസ്തഫക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ളതും, അതുപോലെ മുസ്തഫയെ പോലൊരാൾ അദ്ദേഹത്തിൻ്റെ പിതാവോ മാതാവോ മരിച്ചപ്പോഴേക്കും അദ്ദേഹം വൈകിയാണ് എത്തിയത് എന്ന് പറയുന്ന ഒരു കാര്യവുമൊക്കെ അടക്കമുള്ള തികച്ചും വ്യക്തിപരമായ, വൈകി എത്തിയത് അദ്ദേഹത്തിന് എന്തോ വയ്യാതായിട്ടാണ്. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളും വിശ്വാസമില്ലാത്ത ആളുകളാണെന്നൊക്കെയുള്ള പ്രചരണം സന്ദീപ് വാര്യർക്ക് വേണ്ടി പോലും നടത്തുകയും ചെയ്തു എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതുമാത്രമല്ല, മറ്റു മണ്ഡലത്തിൽ അവർ പരസ്യമായിട്ട് തന്നെ പറഞ്ഞല്ലോ. അല്ല, അതാ പറഞ്ഞ മറ്റു പല മണ്ഡലങ്ങളിലും തന്നെ ഇത് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ അത് മാത്രമല്ല, ആ ഒരു പാർട്ടിയെ എല്ലാവരും ഒരു മതേതര പാർട്ടിയുമായിട്ടും ചിത്രീകരിക്കുന്നു. അല്ല, ഇപ്പൊ ഇന്നലെ തന്നെ നിങ്ങൾ അറിയേണ്ടത്, ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം കൂടി പറയാം. ഇന്നലെ തന്നെ തൊടുപുഴയിൽ ഒരു ജാഥ ഉണ്ടായി. ആ ജാഥയിൽ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇത് ലീഗാട എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യമാണ്. ഞാൻ ആ മുദ്രാവാക്യം മുഴുവൻ പറയുന്നില്ല. ലീഗ് പറയുന്നത് കേരളത്തിൽ നടക്കൂ, ലീഗ് പറയുന്ന നിയമം കേരളം നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിട്ടുള്ളതിൻ്റെ ആഹ്ലാദ പ്രകടനം നടന്നിട്ടുള്ളത്. ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? VK ഇബ്രാഹിം കുഞ്ഞ് അന്ന് പറഞ്ഞിട്ടുണ്ട്, കേരളം ഭരിക്കുന്നത് ലീഗാണ്. അല്ല,
ഞാൻ പറയണത് ഇപ്പം ഇത് പണ്ട് പറഞ്ഞപ്പോൾ എഫക്റ്റ് അല്ല ഇപ്പോൾ. ഇപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇപ്പം എന്താ വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഏതാണ്ട് വർഗീയമായിട്ടുള്ള വിഭജനം പരിപൂർണമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഒരു വലിയ തോതിലുള്ള കൺസോൾട്ടേഷൻ ഇപ്പുറത്തെ സൈഡിൽ കൂടി ഉണ്ടാവാനുള്ളൂ. ആ കൺസോൾട്ടേഷൻ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ വലിയ തോതിലുള്ള ഒരു ജനവികാരം മൊത്തത്തിൽ എതിരാക്കി മാറ്റാനായിട്ട് UDF കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ തുറന്നു വന്നിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളൊക്കെ വലിയ തോതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോൺട്രിബ്യൂട്ട് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അതും മാധ്യമങ്ങളുടെ ഒരു കള്ളക്കളിയുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്തോ അത് മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും വെള്ളാപ്പള്ളി നടേശനുണ്ട്. ആ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ വിമർശിക്കുമ്പോൾ പലപ്പോഴും അതിരുവിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ മലപ്പുറത്ത് ഈഴവർ ശ്വാസം മുട്ടുകയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത് അർത്ഥമില്ല. അല്ല, അതോടൊപ്പം തന്നെ റഹീസ് റഷീദിനെതിരെ നടത്തിയിട്ടുള്ള പരാമർശമൊക്കെ തന്നെ അതിരുവിട്ട് പോയി. അല്ല, അതൊക്കെ അതിരുവിട്ട് പോയിട്ടുള്ളതാണ്. പക്ഷെ ഈ അതിരുവിട്ട് പോകുമ്പോൾ പോലും ഇനി പോയാലും ഇല്ലെങ്കിലും തക്കതായ ഒരു നിലപാട് സ്വീകരിക്കണമായിരുന്നു. അല്ല, ഇത് അതിരുവിട്ട് പോയാലും ഇല്ലെങ്കിൽ പോലും ഇത് CPM-ന്റെ നിലപാടിന്റെ പ്രശ്നമല്ല. അതാണ് അടുത്ത കുഴപ്പം. നിങ്ങൾ പോലും പറയുന്നത് CPM നിലപാട് സ്വീകരിക്കണമെന്നാണ്. കോൺഗ്രസ് എന്താ നിലപാട് സ്വീകരിച്ചത്? അല്ല, എന്താ മുസ്ലിം ലീഗ് നിലപാട് സ്വീകരിച്ചത്? ഇത് ഇങ്ങനെ അതിരുവിട്ട് പോകുമ്പോൾ പോലും ഇവരെല്ലാവരും എടുത്തു വെക്കുന്ന പരിചയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുസ്ലിം ലീഗിനെതിരെയുള്ള വിമർശനമാണ് എന്നല്ല ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വിമർശനമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഉദാഹരണത്തിന് ഞാൻ ഒരു വാചകം, അദ്ദേഹത്തിന്റെ ഒരു വാചകമൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ഈ നാട്ടിലെ ക്രൈസ്തവ സമൂഹം മുസ്ലിങ്ങളെ ഭയന്നാണ് കഴിയുന്നത്. അല്ല, ഇതിൽ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ അതിരുവിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. നമുക്ക് അതൊന്ന് മാറ്റിവെക്കാം. ശരി, വാദത്തിന് പല വാചകങ്ങളും അല്ല, അത് മാറ്റിവെക്ക്, കുഴപ്പമില്ല. ഞാൻ അടുത്ത കാര്യം പറയാം. AK ബാലൻ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, കേരളത്തിൽ UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. മുസ്ലിം സമുദായമായിരിക്കും എന്നല്ല പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് UDF-ലുണ്ട് എന്നുള്ളത് പറയാൻ AK ബാലന് അധികാരമില്ലേ? അതെങ്ങനെ സമുദായത്തിനെതിരാവുന്നത്? നിങ്ങൾ ഇത് മുൻപും കോടിയേരി ബാലകൃഷ്ണൻ മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ മാത്രമല്ലല്ലോ, AK ആന്റണി പറഞ്ഞിട്ടുള്ള വാചകമുണ്ട്. AK ആന്റണി ഇതുപോലും അല്ല പറഞ്ഞത്. AK ആന്റണി ഒരു സംഘടനയെ കുറിച്ചല്ല പറഞ്ഞത്. AK ആന്റണി പറഞ്ഞത് സംഘടിതമായിട്ടുള്ള ന്യൂനപക്ഷം എന്ത് ചെയ്യാണ്, അനർഹമായിട്ടുള്ള അവകാശങ്ങൾ മേടിച്ചെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് അതല്ല, എൻ്റെ പോയിന്റ് അതല്ല. എൻ്റെ പോയിന്റ് വളരെ സിമ്പിളാണ്. എൻ്റെ പോയിന്റ് ഈ AK ബാലൻ പറഞ്ഞ വാചകത്തെ അത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ, അത് UDF-നെതിരെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ, വിജയരാഘവൻ വയനാട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിജയരാഘവൻ ഒരു വിമർശനം ഉന്നയിച്ചു. എന്താണ്? പൊളിറ്റിക്കൽ ഇസ്ലാമിന്, ശ്രദ്ധിച്ചേക്കണം, പൊളിറ്റിക്കൽ ഇസ്ലാമിന് മുസ്ലിം ലീഗിൽ സ്വാധീനം കൂടുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറയാനുള്ള ഒരു അവകാശം തീർച്ചയായിട്ടും ഇല്ലേ? ആർക്കില്ലേ? വിജയരാഘവനില്ലേ? പക്ഷെ അതെല്ലാം തന്നെ വിജയരാഘവന്റെ പ്രസ്താവനയും AK ബാലന്റെ പ്രസ്താവനയും മാത്രമല്ലല്ലോ, രാഹുൽ ഗാന്ധി വിജയിച്ചിട്ടുള്ളത് മുസ്ലിം വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ്. വർഗീയവാദികളുടെ കൂടി വോട്ട് കൊണ്ടാണെന്നാണ്. അതിൽ ആ കൂടി നിങ്ങളൊക്കെ കട്ട് ചെയ്തു. അല്ല, എത്രയാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം? രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രയും ആയിക്കോട്ടെ. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്ത വ്യക്തികളല്ല നല്ലൊരു വിഭാഗം മുസ്ലിം വർഗീയ. രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തവരിൽ 2 പേരുണ്ടെന്ന് വിചാരിക്കും, 5 പേരുണ്ടെന്ന് വിചാരിക്കും തീവ്രവാദികൾ. ആ തീവ്ര നിലപാടുകാരായിട്ടുള്ള 10 പേരുടെ വോട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള അവകാശം വിജയരാഘവനില്ലേ? അതായത് നിങ്ങളുടെ വോട്ടുകൾ കിട്ടിയപ്പോൾ നിങ്ങൾ വിജയിച്ചിട്ടുള്ളത് ഈ പറയുന്ന തീവ്ര നിലപാടുകാരുടെയും കൂടി വോട്ട് കിട്ടിക്കൊണ്ടാണ് എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് അവകാശമില്ലേ? അത് മാത്രമല്ല, ഒരു ന്യൂനപക്ഷ ഭീകരതയാണ് ഭൂരിപക്ഷ ഭീകരതയേക്കാൾ കൂടുതൽ അപകടകരം. തീർച്ചയായിട്ടും അതിനകത്ത് സംശയമുള്ളത്. അത് പറയാനുള്ള അവകാശം ഇവിടെ ഇല്ലേ? ന്യൂനപക്ഷ ഭീകരതയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെല്ലാം ഈ അർജുൻ അടക്കമുള്ള ആളുകൾ ഇവിടെ ഇരുന്ന് ആളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാനത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോഡ്കാസ്റ്റ് എടുക്കുന്നത്. ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കുന്നു, ഇതെല്ലാം മുസ്ലിം സമുദായത്തിനെതിരെയാണെന്ന് എങ്ങനെ പറയുമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷം ക്രിസ്ത്യൻസും മുസ്ലിംസും ന്യൂനപക്ഷമാണല്ലോ. അല്ല, അപ്പൊ ന്യൂനപക്ഷ ഭീകരത എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ ഭീകരതക്കാരെതിരെയാണ് പോരാടുന്നത്. അപ്പോൾ നാളെ ഇന്ത്യയെ നശിപ്പിക്കുന്ന ന്യൂനപക്ഷ ഭീകരത. നാളെ ഒരു മിനിറ്റ് ഹിന്ദു സമുദായങ്ങൾക്കകത്ത് നാളെ വെള്ളാപ്പള്ളി നടേശൻ എന്ത് ചെയ്തു? പണ്ടൊരു പ്രസ്താവന നടത്തിയപ്പോൾ ഈ പറയുന്ന പോലെ ഇവിടെ മറ്റേ വലിയ തോതിലുള്ള വിധ്വംസക പ്രസ്താവനകൾ നടത്തിയപ്പോൾ, ഇവിടെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അവരെ ഭീകരവാദികൾ എന്ന് വിളിച്ചപ്പോൾ ഒരു ഹിന്ദുവും പറഞ്ഞില്ലല്ലോ മതത്തിനെതിരാണ്, മുഴുവനായിട്ടുള്ള മതത്തിനെതിരാണെന്ന് പറഞ്ഞോ? വാദം പറഞ്ഞതിന് കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നൊരു ഒറ്റ വാചകമുള്ളത്, മുസ്ലിം മതത്തിലെ തീവ്ര നിലപാടുകാർക്കെതിരെ നിലപാടെടുക്കുമ്പോൾ, മുസ്ലിം മത തീവ്രവാദികൾക്കെതിരെ നിലപാടെടുക്കുമ്പോൾ അതൊരു സമുദായത്തിനെതിരാണെന്ന് പറയുന്നത് എന്തിനാണ്?
ഉദാഹരണത്തിന് ഞാൻ പറയാം, ഞാൻ തന്നെ ഒരു ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ല, അത് സമുദായത്തിനെതിരെയാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ പലർക്കുമായി. അതാണ് അതിന്റെ കാര്യം. അത് ഇവിടുത്തെ മാധ്യമങ്ങളടക്കം കൂട്ടിക്കാണ്. AK ബാലൻ പറഞ്ഞത്, വിജയരാഘവൻ പറഞ്ഞത്, അതേപോലെ തന്നെ നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന SDPയുടെ പിന്തുണ യഥാർത്ഥത്തിൽ പാലക്കാട് മേടിച്ചപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളപ്പോൾ പോലും താഴെ വരുന്ന കമന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ശരി, നിങ്ങൾ സംഘപരിവാറാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ സംഘപരിവാറല്ല. ഈ നാട്ടിലെ 98% വരുന്ന മുസ്ലിംസും ഇത്തരം ആശയങ്ങളിലൊന്നും ആകർഷകരാകാത്ത ആളുകളാണ്. പക്ഷെ പല പ്രസ്താവനകളും CPM നേതാക്കന്മാരുടെ അസ്ഥാനത്തായി പോയി എന്നുള്ളത് ഒരു അസ്ഥാനത്തുമല്ല. ആ പ്രസ്താവനകളെല്ലാം തന്നെ വളരെ കൃത്യമായി ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്നേ ഉള്ളൂ. ആ ഉപയോഗപ്പെടുത്തൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പുറത്തുള്ള മുസ്ലിം കൺസോളിഡേഷൻ 2019-ലും 24-ലും ഉണ്ടായതുപോലെ ലോക്സഭയിൽ കിട്ടിയ പോലെ ഞങ്ങൾക്ക് കിട്ടണം. അതാണ് ജയിക്കാനുള്ള വഴി. കാരണം 46%, 30%, 27% പറയുന്നത് 2011-ലെ സെൻസസിൽ, 17% ക്രിസ്ത്യൻ പോപ്പുലേഷൻ പറയുന്നത്. ഇത് രണ്ടും കൂടി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു 46% വരും. ഈ 46% വരുന്ന മൈനോറിറ്റി പോപ്പുലേഷൻ മുഴുവൻ, അതിൽ ഒരു 80% ഞങ്ങൾക്ക് കൺസോളിഡേറ്റഡ് ആയാൽ ഞങ്ങൾ വിജയിക്കും. അത് എന്ത് ചെയ്യണം? അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ഈ പോഡ്കാസ്റ്റിന്. 2019 അതേ ജനവിധിയിലേക്ക് സ്റ്റേറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൂടി എത്തിക്കണമെന്ന് വിചാരിച്ചുള്ള അജണ്ടയാണ് തന്നിട്ടുള്ളത്. ആ അജണ്ടയുടെ ഭാഗമായി എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, പിണറായി വിജയനെതിരെ അറ്റാക്ക് ചെയ്തപ്പോൾ ചില ആളുകൾ പൊന്തി വരുന്നത് ഇവർ കണ്ടു. ആ പൊന്തി വരുന്ന ഒന്നാണ് AK ബാലൻ, രണ്ടാമത്തേതാണ് വിജയരാഘവൻ, മൂന്നാമത്തേത് വളരെ സ്ട്രോങ് ആയി വളരെ മാന്യമായ ഭാഷയിൽ ഏത് കാര്യവും പൊളിക്കാൻ പറ്റുന്ന ഒരാളാണ് സ്വരാജ് എന്ന് പറഞ്ഞിട്ട് സ്വരാജിനെ പോലും എന്ത് ചെയ്തു, ഒരേ സമയം സംഘപരിവാറാക്കുന്നു, സംഘാവാക്കുന്നു. അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യുന്നു, ഇപ്പുറത്തുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, ഹമാസിന്റെ അനുകൂലിയാണ്, അതുകൊണ്ട് എന്താണ് പ്രോ ഇസ്ലാമിക് ആണെന്ന് പറയുന്നു. ഇസ്ലാമോ ലെഫ്റ്റ് ആണെന്ന് പറയും. അപ്പൊ ഇത്തരത്തിൽ ഇസ്ലാമോ ലെഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാക്കാനും, അതോടൊപ്പം തന്നെ ഇസ്ലാം എന്നുള്ളത് ഒരു കമ്മ്യൂണിസം എന്നുള്ളത് അത് ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഐഡിയോളജി ആണെന്ന് ഇതൊക്കെ BJPയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ ഇവിടെ ശ്രമിക്കും. അവരെ സംബന്ധിച്ച് ഇത് ലോങ് ടൈമിലേക്ക് കോൺഗ്രസിനെ ഇല്ലാതാക്കാനും കോൺഗ്രസിനെ തൽക്കാലം അധികാരത്തിൽ എത്തിക്കുന്നതാണ് നല്ലതെന്ന് അവർക്കറിയാം. പല ആളുകളും ഒക്കെ ഇരുന്ന്, ഇപ്പം അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ ഇരുന്ന് ഒരു തവണ പറയുന്നുണ്ട്, ഇത്തവണ BJPയുടെ പദ്ധതി വിജയിച്ചില്ല, കാരണം LDFനെ തന്നെ വീണ്ടും അധികാരത്തിലേറ്റാം എന്നാണ് വിചാരിച്ചത്. അല്ല, LDF അധികാരത്തിന് പുറത്തു നിന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ കൂട്ടുകെട്ടുള്ള VD സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അവിടെ വന്നു കിട്ടിയാൽ അതിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് BJPയും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. കാരണം എന്താ, പതുക്കെ ഈ വിഭാഗങ്ങൾക്ക് മാത്രം വളരാനും സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള മതേതര കക്ഷികളെ ഇല്ലാതാകാനും അത് സഹായിക്കുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ തകർന്നു പോകുന്നത് യഥാർത്ഥത്തിൽ CPM കൂടിയല്ലേ? CPMനല്ലേ ഏറ്റവും അധികം ഹിന്ദു വോട്ടുകൾ ലഭിക്കുന്നത്? CPM തകരും, കോൺഗ്രസും തകരും. ഭാവി കോൺഗ്രസ് തൽക്കാലത്തേക്ക് ഇപ്പൊ ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ കോൺഗ്രസ്. ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോളിഡേഷൻ എന്തായിരുന്നാലും UDFന് അനുകൂലമായിട്ടല്ലേ? ന്യൂനപക്ഷങ്ങളുടെ കൺസോളിഡേഷൻ ഉണ്ടെങ്കിൽ പോലും നാളെ ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിം ലീഗിന്റെ പോലും അടിപതറുകയും ജമാഅത്തെ ഇസ്ലാമിയും SDPയും പോലുള്ള സംഘടനകളിലേക്ക് കുറെ കൂടി കൂടുതൽ ആളുകൾ എത്തുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നാളെ അവരും ആരാണ് BJPയും മാത്രം കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും? എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേർന്നാൽ മാത്രമേ അവർക്ക് ഭയങ്കര വലിയ തോതിൽ വളരാനുള്ള സാഹചര്യം ഒരുങ്ങുള്ളൂ. ആ സാഹചര്യം ഒരുങ്ങുള്ളൂന്നുള്ളതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ശക്തിയുക്തം ഇടതുപക്ഷത്തെയും CPMനെയും പിണറായിയും അറ്റാക്ക് ചെയ്ത്. CPMനും വലിയ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇതിനെ പ്രതിരോധിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ പ്രതിരോധിക്കുന്നതിൽ പല വീഴ്ചയും പറ്റി. ഇനി മറ്റൊരു കാര്യം താങ്കളോട് പറയാം. ഇത് താങ്കളിപ്പോൾ ചോദിച്ചില്ലേ, എന്താണ് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും? CPMന്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിക്കൊണ്ട് തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട്, വളരെ ആലോചിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നത് പോലെ ഒരു ഘട്ടത്തിൽ CPM ന്യൂനപക്ഷ വർഗീയതയെ എതിർത്തിരുന്നില്ല. ആ എതിർക്കാത്തത് തെറ്റായിപ്പോയി എന്നും ഇത് ഒന്ന് വളർന്നാൽ മറ്റൊന്നിന് വളമാകുമെന്നും അതുകൊണ്ട് രണ്ടിനെയും ഒരുപോലെ എതിർക്കപ്പെടണമെന്നും അവർ ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചതാണ്. പക്ഷെ അതിൻ്റെ പുറത്ത് പറയുന്ന ഓരോ വാചകവും ഇത്തരത്തിലുള്ള പ്രശ്നമായി മാറുമെന്ന് അവരെന്ത് ചെയ്തില്ല, വിചാരിച്ചില്ല. ഇനി അടുത്തൊരു സംഭവം കൂടി ഉണ്ട് ഇതിൽ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ CPMൽ നിന്ന് ആരൊക്കെ ഉയർന്നു വരുന്നോ അവർ പറയുന്ന ഏത് വാചകത്തെയും ഇവരെന്ത് ചെയ്തു, അതിനുവേണ്ടി ഉപയോഗിച്ചു. ഉദാഹരണത്തിന് NM ഷംസീർ വന്നിട്ട് പറഞ്ഞു ഗണപതി മിത്താണെന്ന് പറഞ്ഞു. പാവൻ ഷംസീർ ശരിക്കും പറഞ്ഞാൽ ഗണപതി മിത്താണെന്ന് പറഞ്ഞാൽ ഗണപതി ഒക്കെ ഒരു സങ്കല്പമാണെന്നാണ് പറഞ്ഞത്, അല്ലാതെ മോശപ്പെട്ട കാര്യമാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിനോട് വ്യക്തമായിട്ടൊരു ചോദ്യങ്ങളൊക്കെ പിന്നീട് ചോദിച്ചു, താങ്കൾ മതവിശ്വാസിയാണോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചു. അല്ല, അതെന്തോ ആയിക്കോട്ടെ, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അല്ല, അദ്ദേഹം ഒരു മതവിശ്വാസി ആയിട്ട് മറ്റൊരു മതത്തെ വിമർശിക്കുന്നു. അർജുൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഒരു വാചകം പറയുമ്പോൾ അർജുൻ മറ്റേ മോശക്കാരനാണെന്ന് ഞാൻ പറയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ മറ്റവനെ കുറിച്ചും കൂടി അതേ അഭിപ്രായം പറയണമെന്ന് എന്തിനാ? അതല്ല പറഞ്ഞത്. ഒരു കാര്യം
അദ്ദേഹം ഒരു മതവിശ്വാസി ആയിട്ട് മറ്റൊരു വിശ്വാസത്തിന്റെ ദൈവത്തെ അവഹേളിക്കുന്നത് പോലെ അല്ല, മതവിശ്വാസി അല്ലാതെ മറ്റൊരു ദൈവത്തെ അദ്ദേഹം മതവിശ്വാസിയാണോ അല്ലേ എന്നുള്ളതൊന്നും പ്രശ്നമാക്കേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹം പറഞ്ഞൊരു വാചകം, ആ വാചകത്തെ യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് അതെല്ലാം വിട്ടേക്കൂ, ഒരൊറ്റ വാചകം അദ്ദേഹം പറഞ്ഞു മിത്താണെന്നുള്ളത്. ഈ മിത്താണെന്ന് പറയുന്ന വാചകത്തെ വലിയ ചർച്ചയാക്കിയവരുടെ കൂട്ടത്തിൽ താങ്കളും പെട്ടു, താങ്കളുടെ മസ്തിഷ്കം കൂടി അതിനകത്ത് പെട്ടു. ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, പുള്ളി മനഃപൂർവ്വം ബോധപൂർവ്വം രാവിലെ എഴുന്നേറ്റ് വന്ന് ഇന്നൊരു വിവാദം ഉണ്ടാക്കി കളയാമെന്ന് പറഞ്ഞൊരു വാചകമേ അല്ലത്. ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നുണ്ട് പുള്ളി പറഞ്ഞെന്താണ്. അദ്ദേഹം വെറുതെ ഒരു കാഷ്വലായിട്ടൊരു വാചകം പറയുന്നു. സത്യത്തിൽ ഇവിടെയുള്ള ഈ പറയുന്ന പോലെ പ്രോ സംഘപരിവാറും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രോ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളും ഒക്കെ തന്നെ റിസർച്ചിലാണ്, ഗവേഷണത്തിലാണെന്ന് പാവപ്പിടിച്ച ഷംസീറിന് എന്ത് ചെയ്യാൻ പറ്റാതെ പോയി, മനസ്സിലാക്കാൻ പറ്റാതെ പോയി. നിങ്ങളറിയേണ്ടത് മാതൃഭൂമിയിൽ എഴുതിയിട്ടുള്ള ഒരു നോവലിൽ വന്നിട്ടുള്ള പ്രശ്നം എന്താണെന്നറിയാം. ആ നോവലിൽ വന്നിട്ടുള്ള പ്രശ്നം മുതൽ നാളെ AK ബാലൻ്റെ പ്രസ്താവന മുതൽ NM ഷംസീറിൻ്റെ വളരെ നിർദോഷമായിട്ടുള്ള ഒരു കാര്യം മുതൽ എല്ലാ കാര്യവും തന്നെ കേരളത്തിൽ പൊലിപ്പിക്കുകയും ഇത് കേരളത്തിലൊരു വലിയ വിഷയമാണെന്ന് എടുക്കുകയും എങ്കിൽ ഇയാൾ മറ്റേ വിശ്വാസത്തിലിരുന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ മാത്രം എന്ത് ചെയ്യുന്നു, അധിക്ഷേപിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രചരണത്തിന് ഇവിടെ ആക്കം കൂട്ടിയത് ബോധപൂർവമാണ് എന്നുള്ളത് താങ്കളടക്കമുള്ള മലയാളികൾ എന്ത് ചെയ്യും മനസ്സിലാക്കാൻ വ്യക്തമായിട്ട് ഷംസീർ ഒരു മറുപടി നൽകിയാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു വ്യക്തത ഷംസീർ വരുത്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രചരണത്തിന് ആക്കം കൂട്ടുകയാണ് ചെയ്തത്. ഞാനൊരു മതവിശ്വാസിയല്ല, ഞാൻ എല്ലാ മതവിശ്വാസങ്ങളെയും എതിർക്കുന്നു, നഖശിഖാന്തം എതിർക്കുന്നു എന്നുള്ള ഒരു മറുപടി ഷംസീർ നൽകിയിരുന്നു എങ്കിൽ അർജുൻ പറയുന്നത് ഇങ്ങനൊരു മറുപടി പുള്ളി നടത്തിയെന്ന് വിചാരിക്കും. അപ്പൊ ഉടനെ തന്നെ എന്ത് ചെയ്യും, പിന്നെ പുള്ളിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, പിന്നെ പുള്ളിക്ക് ഒരു എതിർപ്പുണ്ടാവില്ല. ഒരു നിരീശ്വരവാദി എല്ലാ മതത്തെയും വിമർശിക്കാം, ഒരു നിരീശ്വരവാദിക്ക് എല്ലാ മതത്തെയും വിമർശിക്കാം. ഈ കേരളത്തില് നിന്നുകൊണ്ട് നാളെ ഇലക്ഷന് നിൽക്കാൻ പോകുന്ന ഒരാൾ, പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാൾ, അദ്ദേഹം യഥാർത്ഥത്തിൽ ഗണപതി മിത്താണെന്ന് പറഞ്ഞൊരു കെണിയിൽ തന്നെ പെട്ടു. അതിനുശേഷം അത് തന്നെ വളച്ചൊടിക്കപ്പെട്ടു. അതിനുശേഷം യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നതാണ് എനിക്ക് മുസ്ലിം മതവിശ്വാസവും കൂടി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ സഹായിക്കുകയോ ഗുണകരമാവുകയില്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞാൽ സംഭവിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നാളെ ഈ പറയുന്ന പോലെ മതവിശ്വാസമില്ലാത്ത ഷംസീർ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, നാളെ മീഡിയ വണ്ണൊക്കെ മറ്റേ ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്ന് ചർച്ച ചെയ്യുകയും അടുത്ത ഇലക്ഷനിൽ അദ്ദേഹം പോലും ഈ പറഞ്ഞ പോലെ കാഫിറായിട്ടുള്ള വിശ്വാസമില്ലാത്ത ആളാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗത്തിന് എന്ത് ചെയ്തു, ഒന്നാമത്തെ എതിരായി, രണ്ടാമത്തേന് എന്ത് ചെയ്യും, പ്രശ്നത്തോട് എതിരാവും. അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കയറി പിടിക്കാൻ ആളുകൾക്ക് പറ്റില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതെന്താ വെച്ചാൽ എന്നിട്ട് താങ്കളെ പോലെയുള്ള ആളുകൾ ഇത് ന്യായീകരിക്കാമായിരുന്നില്ല എന്ന് പറയും. അല്ല, ഇങ്ങനെ ഒരു പ്രതിഭാസമൊക്കെ നടക്കുമെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒരു മറുപടി നൽകിയത്. മുൻകൂട്ടി കണ്ടുകൊണ്ടല്ല നൽകിയത്. ഷംസീറിനെ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരാളാണ്. മുൻകൂട്ടി കണ്ടുകൊണ്ടല്ല നൽകിയത്. ഷംസീർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ കാര്യം കുറച്ചുകൂടി നിഷ്കളങ്കമായി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് CPM. ഇപ്പൊ സ്വരാജിന്റെ ഭാഗത്തൊന്നും അങ്ങനെ സംഭവിക്കില്ല. കാരണം സ്വരാജ് കുറച്ചുകൂടി ആലോചിച്ച് പറയുന്ന ഒരാളാണ്. വ്യക്തമായി പറയുമല്ലോ, അവർ ഹിന്ദു നിങ്ങൾ അറിയേണ്ടത് ഒരു മിനിറ്റ് ഇപ്പൊ VS അച്യുതാനന്ദനൊക്കെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടില്ലേ, ഞാൻ നിരീശ്വരവാദിയാണെന്ന് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. VS അച്യുതാനന്ദൻ ഏത് കാലം വരെയാണ് ആക്റ്റീവായിരുന്നത്? അല്ല, ദൈവത്തെക്കുറിച്ച് VS അച്യുതാനന്ദൻ ഏത് കാലം വരെ ആക്റ്റീവായിരുന്നു? ദൈവസങ്കല്പത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ VS അച്യുതാനന്ദൻ 2019 ആക്റ്റീവായിരുന്നു. കാലം നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യം. നിങ്ങൾ ഈ പറയുന്ന ഒരു അസംബന്ധത്തിന് ഞാൻ മറുപടി പറയാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അതിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ താങ്കൾ അറിയേണ്ടത് ഇപ്പൊ VS അച്യുതാനന്ദന്റെ കാര്യം പറഞ്ഞു. VS അച്യുതാനന്ദന്റെ കാലം എന്നുവരെയാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. 2018 ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധിയുണ്ടായതിനു ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് വളരെ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ താങ്കൾക്കൊരു കാര്യം അറിയോ, ഈ പറയുന്ന ഷംസീർ വെളിപ്പെടുത്തിയില്ലെന്ന് താങ്കൾ ചോദിച്ചില്ലേ, ഞാൻ തിരിച്ച് താങ്കളോട് ചോദിക്കുന്നു, എന്താ നമ്മുടെ മീഡിയകളൊന്നും ഒരു കാര്യം ചർച്ച ചെയ്യാത്തത്? ഈ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്നായിരുന്നല്ലോ K. സുരേന്ദ്രന്റെ അഭിപ്രായം. ഇപ്പോഴും RSSന്റെ അഭിപ്രായം അതാണല്ലോ. ആരാണ് ഈ പറഞ്ഞ പോലെ കേസിന് പോയതെന്ന് നിങ്ങൾക്കറിയോ? ആരാണ് കേസിന് പോയത്? പ്രോ സംഘപരിവാറുള്ള അനുകൂലമായിട്ടുള്ള സംഘടനകളാണ് കേസിന് പോയത്. എന്നിട്ട് ഈ പറയുന്ന പോലെ ഏറ്റവും ആദ്യം തന്നെ ഈ വിധിയെ സ്വാഗതം ചെയ്തവരാണല്ലോ BJP. ഈ വിധിയെ സ്വാഗതം ചെയ്താണല്ലോ RSS. ഇപ്പോഴും സ്വാഗതം ചെയ്യുകയാണല്ലോ TG മോഹൻദാസ്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ മറ്റു ആളുകൾ എന്ത് ചെയ്യുകയാണല്ലോ, ഈ കോൺഗ്രസ് സ്വാഗതം ചെയ്താണല്ലോ. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ നിലപാട് മാറ്റി. എന്താ കാര്യം അറിയോ? എന്താ കാര്യം അറിയോ? അവരുടെ ബേസ് എന്ന് പറയുന്നത് ഇതുപോലെ എന്താ കാര്യം അതറിയോ? തീവ്ര വിശ്വാസികളുടെയും
ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ NSSന് മാത്രം മനസ്സിലായ ഒരു കാര്യം, നാമജപ ഘോഷയാത്രയുമായി NSS ഇറങ്ങിയപ്പോൾ ഇത്രയും കൂടുതൽ ആളുകൾ അപ്പുറത്തെ സൈഡിലേക്ക് നിൽക്കുമെന്നും ജനം TV-യുടെ റേറ്റിംഗ് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം രണ്ടാമതായി ഏഷ്യാനെറ്റിൻ്റെ അടുത്തേക്ക് എത്തുമെന്നൊന്നും യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പോലും അത്രത്തോളം മതപരമായിട്ടുള്ള ഇടുങ്ങിയ ചിന്താഗതികളിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ടെന്ന് വിചാരിച്ചില്ല. നിലപാട് മാറ്റം BJP-ക്ക് മാത്രമാണ് സംഭവിച്ചത്. ഏതാ ഈ നിലപാട് മാറ്റം BJP-ക്ക് മാത്രമാണ്. എന്റെ ചോദ്യം, BJP-ക്കും കോൺഗ്രസിനും ഉണ്ടായിട്ടുള്ള നിലപാട് മാറ്റം പറയാതെ മാറിയിട്ടില്ലേ? ഇപ്പൊ CPM-നും ഒരു തരത്തിൽ നിലപാടിൽ നിന്ന് ഇപ്പോഴും താങ്കളുടെയൊക്കെ കുഴപ്പമെന്താണെന്നറിയാമോ? ഇപ്പോഴും താങ്കളുടെയൊക്കെ തരികിടപ്പണി എന്താണെന്നറിയാമോ? ഈ പോഡ്കാസ്റ്റിൽ എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടുള്ള തരികിടപ്പണി എന്താണെന്നറിയാമോ? അത് പറഞ്ഞുതരാങ്ങട്. അത് ഇതെങ്ങനെ തന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ വിടുവട്ടാ. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താങ്കൾ പറയുന്നത് ഈ വിധിയെ ഇന്ന് വൈകുന്നേരം സ്വാഗതം ചെയ്യുന്നു, ഗംഭീരമായ വിധി, നല്ല വിധി, സൂപ്പർ വിധി, വരട്ടെ പോരട്ടെ എല്ലാവരും കയറട്ടെ എന്ന് പറയുന്നു. പിറ്റേത് ഒരാഴ്ച കഴിയുമ്പോൾ തിരുത്തുന്നവൻ മിടുക്കനും 1 കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് തിരുത്തുന്നവൻ മോശക്കാരനും ആകുന്നത് എങ്ങനെ? രണ്ടുപേരും ആ മിടുക്കനാന്നാരാ ഇത് ഏതെങ്കിലും ചാനലുകൾ പറഞ്ഞുകൂടെ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ചാനലുകൾ ഈ CPM-ന്റെ നിലപാട് എന്താണെന്ന് ചോദിക്കല്ലാതെ നിങ്ങൾ എന്ത് പോക്രിത്തരാണ് കാണിച്ച? നിങ്ങൾ O രാജഗോപാൽ ലേഖനം എഴുതിയതല്ലേ? K സുരേന്ദ്രൻ ഈ വിധിയെ സ്വാഗതം ചെയ്തതല്ലേ? ഈ പറയുന്ന KPCC ഈ വിധിയെ സ്വാഗതം ചെയ്തതല്ലേ? രാഹുൽ ഗാന്ധി ഇപ്പോഴും ഈ വിധിയെ അനുകൂലിക്കുന്നില്ലേ എന്ന് നിങ്ങൾ ചോദിക്കാതിരിക്കുകയും യഥാർത്ഥത്തിൽ നേരത്തെ ഷംസീറിന്റെ കാര്യത്തിൽ കാണിച്ച തരികിട പോലെ തന്നെ ഈ കെണിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു? CPM-നെ മാത്രമായി വലിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ അഭ്യാസം, ആ അഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം അത്ര പ്രതിലോഭകരമായി. അതെന്തുകൊണ്ടാണ്? പ്രത്യയശാസ്ത്രപരമായി CPM എന്നും വിശ്വാസമായി ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല. മറ്റു പാർട്ടികൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ വിശ്വാസപരമായിട്ടും അണിചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തിരുത്തുന്നത് പോലെയല്ല CPM തിരുത്തുന്നത്. അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു മിനിറ്റ് ഓക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ, എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് മേടിച്ചുകൊണ്ടിരുന്ന കുട്ടി ശരിയാണ് ഒരു പരീക്ഷയിൽ പരാജയപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം കൊണ്ടാണ് നമ്മളിത് പറഞ്ഞത് എന്നുള്ള നിഷ്കളങ്കതയാണ് താങ്കൾ പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ തോക്കും, കാരണം എന്താ വെച്ചാൽ അവനൊക്കെ തോക്കാൻ വേണ്ടി പഠിക്കുന്ന എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വർത്താനം താങ്കൾ BJP-യെക്കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും ഒന്ന് പറഞ്ഞാലൊന്ന് കേൾക്കട്ടെ, എനിക്ക് സന്തോഷത്തിന് വേണ്ട ഒന്ന് പറ. അതായത് അവർ എന്ത് ചെയ്യും? തരാതരത്തിന് നിലപാട് മാറ്റുന്ന ആളുകളാണ്. അവർ നിലപാട് മാറ്റുന്നില്ല എന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? ഏതാ? അല്ല, അവര് നിലപാട് മാറ്റുന്നില്ല, അവർക്ക് അടിയുറച്ച നിലപാടാണ്. അവരെല്ലാ കാര്യത്തിലും സത്യത്തില് CPM നിലപാട് മാറ്റുന്നതിനെ നമ്മൾ എതിർക്കാതെ അവര് നിലപാട് മാറ്റുന്നതിനെയാണ് എതിർക്കേണ്ടത്. എന്താന്ന് പറഞ്ഞുതരാം. കോൺഗ്രസ് CPM നിലപാട് മാറ്റിയല്ലോ. CPM നിലപാട് മാറ്റിയല്ലെന്നുള്ളതല്ലോ നമ്മൾ പറയുന്ന കാര്യം കേട്ടിട്ട് താങ്കൾ ബാക്കിയുള്ള വർത്താനം പറ. കേൾക്കണമല്ലോ, അതാണല്ലോ അതിന്റെ സഹിഷ്ണുത എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത്, ആചാരങ്ങളും ദൈവവിശ്വാസങ്ങളും മതവുമൊക്കെ ഞങ്ങളുടെ കുത്തകയാണെന്നും അവിടെ ഞങ്ങൾ ആണ് യഥാർത്ഥ വിശ്വാസികളെന്നും പറയുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ കേസിന് പോവുകയും കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിക്കുകയും കേസ് വന്നതിന് ശേഷം വെരി ഗുഡ് എല്ലാവരും ഒന്ന് കയറൂ, വളരെ നല്ല വിധിയാണെന്ന് പറയുകയും ചെയ്തതിന് ശേഷം അവർ നിലപാട് മാറ്റുന്നതല്ലേ കൂടുതൽ എതിർക്കപ്പെടേണ്ടത്. അതേസമയം മതവും ഞങ്ങൾക്ക് വിശ്വാസമല്ല, മതം മനുഷ്യനെ വയ്ക്കുന്ന കറുപ്പാണെന്നും ഞങ്ങൾക്ക് ഈ വിശ്വാസത്തിലൊന്നും പങ്കില്ലെന്നും പറയുന്ന CPM-നെ ഇതിൽ വിമർശിക്കേണ്ട ഒരു കാര്യമില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞപ്പോൾ തീർന്നില്ല. അവരിരിക്കുന്നൊരു പൊസിഷൻ എന്താ? ആ പൊസിഷൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നാളെ BJP-യോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇവിടെ മറ്റേ വിശ്വ ഹിന്ദു പരിഷത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോൺഗ്രസോ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായിരുന്നുകൊണ്ടോ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്കോ ഒരു സുപ്രീം കോടതി വിധി അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് പോലും പറയാൻ കഴിയില്ല. അങ്ങനെ പറയാൻ കഴിയാത്തത് കൊണ്ടാണ് മുരളീധരൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി വന്ന് ഞങ്ങൾ എന്ത് ചെയ്യാം, ഇതിനെതിരെ നിയമം നിർമ്മിക്കാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പോലും സുകുമാരൻ നായരുടെ ചെവിട്ടിൽ വന്ന് പറഞ്ഞിട്ട് പോയതല്ലാതെ അഖിലേന്ത്യാ തലത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിക്ക് പറയാൻ പാടില്ല ശബരിമലയിൽ സ്ത്രീകളെ ഞങ്ങൾ ഒരിക്കലും കയറ്റില്ലെന്ന് പറയാമല്ലോ. എന്താ പറയാൻ പറ്റാത്തത്? അദ്ദേഹത്തിന് പോലും പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ? ഭരണഘടനാപരമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഒരു സുപ്രീം കോടതി വിധി അത് നടപ്പാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. എൻ്റെ ചോദ്യം, ഇതിൽ എല്ലാവരും നിലപാട് മാറ്റി എന്ന് ഞാൻ സമ്മതിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചിലപ്പോൾ CPM പോലും നിലപാട് മാറ്റി, ശരിയാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം നിലപാട് മാറ്റുന്നവനെയും ഒറ്റ രാത്രി കൊണ്ട് മലക്കം പറയുന്നവനെയും അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ട് ദൈവം ഈ നാട്ടിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാവും, ഇതിപ്പോൾ പാലിച്ചില്ലെങ്കിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നിലപാട് മാറ്റുന്നവനെയും ഒരുപോലെ എങ്ങനെയാണ് കാണുക എന്നത് പറഞ്ഞത്. ഈ ക്രമസമാധാന പ്രശ്നം എന്ന് പറയുന്നത് പൊട്ടിപ്പുറപ്പെട്ടത് എപ്പോഴായിരുന്നു? രൂക്ഷമായിരുന്നത് എപ്പോഴായിരുന്നു? ഇപ്പോഴാണോ അതോ അന്ന് ആ വിധി
പുറപ്പെടുവിച്ച സമയത്തായിരുന്നു, 2018 അപ്പോൾ അങ്ങനെ ക്രമസമാധാന പ്രശ്നം മൂത്തിട്ടാണ് ഇങ്ങനെ നിലപാട് മാറ്റുന്നത് എന്നുണ്ടെങ്കിൽ വീണ്ടും വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയത് എന്താണ്? അങ്ങനെ ക്രമസമാധാന പ്രശ്നം മൂത്തത് കൊണ്ടാണ് ഇങ്ങനെ നിലപാട് മാറ്റുന്നത് എന്നുണ്ടെങ്കിൽ CPM എന്തായിരുന്നു ചെയ്യേണ്ടത്? അന്ന് തന്നെ നിലപാട് മാറ്റേണ്ടത്. അല്ല, അന്ന് നിലപാട് മാറ്റാൻ പറ്റില്ല. CPM ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ്. ഇപ്പോഴും CPM പറഞ്ഞിട്ടുള്ള നിലപാട് മാറ്റി. ഇപ്പോഴും CPM എങ്ങനെയാ പറഞ്ഞത്? CPM പബ്ലിക്കലി വന്ന് ഞങ്ങൾ നിലപാട് മാറ്റി, ആരെയും കയറ്റൂല എന്നല്ല പറഞ്ഞത്. CPM ഇപ്പോൾ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ചോദിച്ചപ്പോൾ ഒരു അഫിഡവിറ്റ് കൊടുത്തപ്പോൾ ഞങ്ങൾ പണ്ട് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് CPMന്റെ നിലപാടതാണ്. അതായത് VS അച്യുതാനന്ദന്റെ കാലത്ത് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകം എന്താണ്? ആ വാചകത്തിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അറിയേണ്ടത് ഇത്തരത്തിൽ ഈ പറയുന്ന ഞങ്ങൾ എന്താണ് ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, തീരുമാനിക്കണമെന്നാണ്. ആ തീരുമാനിക്കണമെന്ന് പറയുന്ന അതേ അഫിഡവിറ്റിലാണ് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നതെന്നാണ് CPM പറഞ്ഞിട്ടുള്ളത്. CPMനോട് സുപ്രീം കോടതി ഗവൺമെൻറ് എന്നുള്ള നിലക്ക് ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ മാത്രമേ അവർക്കത് പറയേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഞാൻ പറയുന്നത് BJPയും കോൺഗ്രസും ചെയ്ത പോലെ രാത്രിക്ക് രാത്രി നിലപാട് മാറ്റാൻ കഴിയില്ല. കാരണം എന്താ? അവർ ഭരിക്കുന്ന പാർട്ടിയാണ്. നാളെ BJP കേന്ദ്ര ഗവൺമെൻറ് പോലും അങ്ങനെ നിലപാട് മാറ്റി പറഞ്ഞിട്ടില്ല. ഒരു മന്ത്രി പോലും പറഞ്ഞിട്ടില്ല. മനസ്സിലായി? വി മുരളീധരനോ അല്ലെങ്കിൽ ഏതെങ്കിലും സഹമന്ത്രിക്ക് പോലും പറയാൻ കഴിയില്ല. കാരണം എന്താ? ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഒരു വിധി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ലോ ഓഫ് ദ ലാൻഡ് ആണ്. ആ ലോ ഓഫ് ദ ലാൻഡിനെ മറികടക്കാൻ കഴിയില്ല. എൻ്റെ ചോദ്യത്തിന് കാരണം തന്നെ ഈ അഫിഡവിറ്റ് ആയിരുന്നല്ലോ. ഈ അഫിഡവിറ്റ് അല്ലേ അതിന് കാരണം തന്നെ. അതിന് കാരണം എന്ന് പറയുന്നത് ഈ അഫിഡവിറ്റ് തിരുത്തി കൊടുത്തത് ആരാണ്? LDF തന്നെയല്ലേ. അഫിഡവിറ്റ് തിരുത്തി കൊടുക്കുമ്പോൾ ഇവിടെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രശ്നം ഉണ്ടായിരുന്നോ? എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യല്ലേ ചെയ്തത്? അഫിഡവിറ്റ് തിരുത്തി എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യല്ലേ ചെയ്തത്? ഭരണത്തിലിരുന്നത് CPM ആയിരുന്നില്ലേ? ആയിക്കോട്ടെ, CPM അടക്കം ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ആളുകൾ. അത് മാത്രമല്ല, ഈ ഒരു പ്രക്ഷോഭങ്ങൾ വളർത്തിയത് ആരെയാണ്? ഈ ഒരു പ്രക്ഷോഭങ്ങൾ സമൂഹത്തിൽ മൊത്തം തലത്തിൽ വളർത്തിയത് ആരെയാണ് യഥാർത്ഥത്തിൽ? അതിന്റെയും ഇനീഷ്യൽ ഗെയിൻ UDF-നായിരുന്നു. അന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഇനീഷ്യൽ ഗെയിൻ UDF-നായിരുന്നു. പക്ഷേ അതും BJP വൻതോതിൽ വളർത്തിയില്ലേ? നമ്മുടെ ചോദ്യം അതല്ല. അല്ല, നമ്മുടെ ചോദ്യം ഇതാണ്. ശബരിമല പ്രക്ഷോഭവും ശബരിമലയിലെ വിധിയും ആരെ വളർത്തി എന്നുള്ളത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഞാൻ റെഡിയാണ്. അതൊന്നുമല്ല പ്രധാനപ്പെട്ട വിഷയം. ഒറ്റ കാര്യമുള്ളൂ. പ്രധാനപ്പെട്ട വിഷയം ഈ കേരളീയ സമൂഹം അങ്ങനെ മാറി എന്ന് CPM തിരിച്ചറിയുന്നത് അപ്പോഴാണ്. ഒന്ന്, കോൺഗ്രസും തിരിച്ചറിയുന്ന അപ്പോഴാണ്, BJPയും തിരിച്ചറിയുന്ന അപ്പോഴാണ്. യഥാർത്ഥത്തിൽ പണ്ട് മറ്റേ ഭഗവതി തിരിച്ചറിഞ്ഞപ്പോൾ അത് അവസാനിപ്പിക്കേണ്ടത് CPMന്റെ ബാധ്യത. CPM അവസാനിപ്പിച്ചല്ലോ. കാരണം എന്താ? CPM അവസാനിപ്പിച്ചു. CPM പിന്നെ എന്ത് ചെയ്തില്ല? പിന്നെ അതിന്റെ പുറത്തൊരു സ്റ്റെപ്പ് കൊടുത്തില്ല. തൽക്കാലം അങ്ങനെ അത് നിൽക്കട്ടെ. ആയിക്കോട്ടെ, അപ്പോഴാണ് മനസ്സിലായത്. അപ്പോഴാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഒരു കാര്യം ജനങ്ങളുടെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട്, തെരഞ്ഞെടുപ്പ് പരാജയം കണ്ടുകൊണ്ട് തങ്ങളോടൊപ്പമുള്ള ഹിന്ദു വോട്ടുകൾ തങ്ങൾക്ക് പിന്നീട് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കി. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ സുഹൃത്തെ. അപ്പൊ അതായത് CPM മാത്രമാണ് നിലപാട് മാറ്റിയത്. അവര് മാത്രം വോട്ടിന്റെ കാര്യത്തിൽ കാര്യമുള്ളൂ. അവർ മാത്രം വോട്ടിന്റെ കാര്യത്തിൽ ഒരു താല്പര്യം എടുത്ത് നിലപാട് മാറ്റുന്നുള്ളൂ. അല്ലാതെ ഇന്ന് രാത്രി പറഞ്ഞിട്ട് നാക്കിലെ വായിലേക്ക് ഇട്ടിട്ട് കിടന്നുറങ്ങിയവൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഇതിനെതിരെ പ്രക്ഷോഭം നയിക്കാൻ പോയാലൊന്നും കുഴപ്പമില്ല. മറ്റു പാർട്ടികളുടെ നിലപാടുകളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് ആരാണ്? മറ്റു പാർട്ടികളുടെ നിലപാടുകൾ വിമർശിക്കപ്പെട്ടില്ലല്ലോ മാധ്യമങ്ങളിൽ. അതാണ് ഞാൻ ചർച്ച ചെയ്തത്. ഞാൻ ചർച്ച ചെയ്തത് മാധ്യമങ്ങളുടെ തട്ടിപ്പും അജണ്ടയും ഈ പറഞ്ഞ പോലെ പ്രതിച്ഛായ നിർമ്മിതിയും യഥാർത്ഥത്തിൽ CPM മാത്രമാണ് നിലപാട് മാറ്റിയെന്നാണ്. ഒരു മിനിറ്റ് ഞാനും അർജുനും ഈ പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കുന്ന ബിനീഷും കൂടി നാളെ ഒരു നിലപാടെടുക്കുന്നു. നമ്മൾ 3 പേരും കൂടി ആലോചിച്ച്. പക്ഷേ നാളെ രാത്രി താങ്കൾ മാറ്റി, ബിനീഷ് നാളെ രാവിലെ മാറ്റി, ഞാൻ 10 ദിവസം കഴിഞ്ഞ് മാറ്റിയുള്ളെങ്കിൽ എൻ്റെ നോട്ടത്തിൽ എനിക്കാണ് കൂടുതൽ മെറിറ്റ്. ഞാൻ 10 ദിവസമെങ്കിലും ഞാൻ പറയുന്നതിൽ എന്ത് ചെയ്തല്ലോ, കുറച്ച് നിന്നല്ലോ. അതായത് അത് മാറ്റാൻ എന്തെങ്കിലും കാരണമുണ്ടോ ഇല്ല എന്തെങ്കിലും അവൻ ചിന്തിച്ചല്ലോ. മറ്റത് ഇതിൻ്റെ പുറത്ത് ഒരു സുവർണാവസരം കണ്ടുകൊണ്ട് തലേദിവസം രാത്രി, അതായത് ഇന്ന് പറഞ്ഞ നാക്ക് വായിലേക്ക് ഇട്ടിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് എന്താണ് പല്ല് തേച്ച് കഴിയുമ്പോഴേക്കും അഭിപ്രായം മാറ്റുന്നവനേക്കാൾ ഞാൻ പറയുന്നത് കുറച്ചും കൂടി വെയിറ്റേജ് കൊടുക്കാവുന്നത് CPMനാണ്. അത്രയോ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് മാധ്യമങ്ങൾ മനഃപൂർവ്വം മറച്ചു വെച്ചു എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഏത് ചർച്ചയിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM എന്തോ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള നിലയ്ക്ക് ഇത് അവതരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഏറ്റവും ഒടുവിൽ NSS പോലൊരു വാചകം പറഞ്ഞു. ആ വാചകം ഓർക്കണ്ട. ഇതിനെതിരെ ഞങ്ങൾ നിയമനിർമ്മാണം നടത്തുമെന്ന് എന്ത് ചെയ്തു? ആര് പറഞ്ഞു? BJP പറഞ്ഞു. എന്താ നിയമനിർമ്മാണം നടത്തിയില്ല? അതുപോലും കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ. അവർക്ക് ഈ പ്രശ്നം രൂക്ഷമാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. BJPക്ക്. ഇതിപ്പോ പറഞ്ഞല്ല, ഇപ്പൊ പറഞ്ഞു. ഇത് ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരു ദിവസം ഒരു മണിക്കൂർ അവസരം CPM ഒരുക്കി കൊടുക്കുകയും ചെയ്തു. CPM എങ്ങനെ അറിയുമെന്നത്? CPM എങ്ങനെ അറിയും?
CPM ബോധം CPM എങ്ങനെ അറിയും? CPM ബോധം ഇന്ന് ഞാനും സ്വാഭാവികമായിട്ടും ഒരു വിശ്വാസിയുടെ വികാരത്തെ ഇളക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ വിശ്വാസിയുടെ വികാരത്തെ ഇളക്കാൻ മാത്രം ഇവിടെ എന്ത് സംഭവം ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ സ്ത്രീകൾ കയറി എന്താ സംഭവിക്കണം? വിശ്വാസിയുടെ വികാരം ഇളക്കണേ എന്തിനാ? എനിക്ക് മനസ്സിലാവില്ല. വിശ്വാസത്തിന് വികാരം ഇളകേണ്ട ആവശ്യമില്ല, ഇളകേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഇളകിയതാണ്. വിശ്വാസിയുടെ വികാരം ഇളകേണ്ട ആവശ്യം എന്താ ഉള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ജോസഫ് മാഷ കൈവെട്ടി ഒരു വിശ്വാസി ജോസഫ് മാഷ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നു, അത് തെറ്റാണെന്ന് തന്നെ വിചാരിക്കും. ഞാൻ പറഞ്ഞാൽ അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, തെറ്റാണെന്ന് തന്നെ വിചാരിക്കും. ഒരു വിശ്വാസിയുടെ വികാരം ഇളകേണ്ട ആവശ്യം എന്താ ഉള്ളത്? കാരണം എന്താ ഈ എൻ്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിലാണെങ്കിൽ എൻ്റെ ദൈവത്തിന് വലിയ പരമമായ ശക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അറിയാതെ ഈ ഭൂമിയിൽ ഒരു ഇല പോലും ചലിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടിയല്ലാതെ മറ്റേ ജോസഫ് മാഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമോ? അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ യഥാർത്ഥ വിശ്വാസം എന്താ? അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ ഒരു സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കും. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ വിശ്വാസവും തെറ്റാണ്. ഒരു വിധി പ്രഖ്യാപിക്കോ? അല്ല, എന്റെ ഈ പോഡ്കാസ്റ്റിലെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഇതൊക്കെ വേറെ വിഷയങ്ങളാണ്. ഇപ്പൊ ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു കാര്യം ചർച്ച ചെയ്യാൻ. കാരണം അർജുൻ പറയുന്ന ഈ പറയുന്ന അബദ്ധങ്ങളൊക്കെ ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഇത് പ്രധാന വിഷയമാണ്. ഇത് ബിജെപിയുടെ വളർച്ചയ്ക്ക് കാരണമായി എന്നുള്ളതല്ല. നമ്മുടെ പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ VD സതീശൻ എങ്ങനെ മെർജ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. ഇതിൽ ബിജെപിയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇതിന്റെ പുറകിലും ഈ മീഡിയകൾ അജണ്ടകൾ എന്ത് ചെയ്തു തെറ്റി. ഇനി ഏറ്റവും വലിയ തമാശ കൂടി പറയാം. മീഡിയകൾ നിലപാട് മാറ്റി. ഏഷ്യാനെറ്റ് മുതൽ എല്ലാ മാധ്യമങ്ങളും എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? സ്ത്രീകൾ കയറണം, വളരെ പുരോഗമനപരമായ നിലപാടാണെന്ന് പറഞ്ഞ് ചർച്ച നടത്തിക്കൊണ്ടിരുന്നവരാ. ഒറ്റ ദിവസം കൊണ്ട് അവരും നിലപാട് മാറ്റി. കാരണം എന്താ? അവർക്ക് വ്യൂവർഷിപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വ്യവസായമല്ലേ, അവർക്ക് റേറ്റിംഗ് വേണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം അവർക്ക് റേറ്റിംഗ് വേണ്ട, അവർക്ക് കാശ് കിട്ടണ്ടെന്ന് ചോദിച്ചാൽ അഴിമതി കാണിക്കുന്നവനെ നമുക്ക് എന്ത് ചെയ്യാൻ ന്യായീകരിക്കാം? അവർക്ക് കാശ് കിട്ടണ്ടെന്ന് പറയാം. അല്ല, അന്തിമമായിട്ട് ഒരു വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പല നീക്കുപോക്കുകളും അവർക്ക് നടത്തേണ്ടി വരും. അത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തുറന്നു കാണിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ 100% പെർഫെക്റ്റ് ആകണമെന്ന് വാശി പിടിക്കുന്നത് ഈ തുറന്ന് കാണിക്കപ്പെടാതെ പോയിരുന്ന കാര്യങ്ങൾ തുറന്നു കാണിക്കാനാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയെന്നാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. അല്ലാതെ അവർക്ക് ബിസിനസ് അല്ലേ നടത്തിക്കൊണ്ടുപോട്ടെ എന്ന് പറയാൻ വേണ്ടിയല്ല രതീഷ് ചക്രവാണി ഈ പോഡ്കാസ്റ്റ് എന്ത് ചെയ്ത് ഇരിക്കുന്നതും 1.5 മണിക്കൂർ എടുത്ത് സംസാരിക്കുന്നു. അതിന് വേണ്ടിയിട്ടല്ല. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ ആർക്കും എന്ത് ചെയ്തുകൂടെ? അവർക്കും ജീവിക്കണ്ടേ? കള്ളനും കൊലപാതകനും വരെ നമുക്ക് ന്യായീകരിക്കാം. അവർക്കും ജീവിക്കണ്ടേ എന്ന് എന്ത് ചെയ്യാം? മനസ്സിലായോ? പാവപ്പെട്ടവൻ അവൻ കക്കാതെ എന്ത് ചെയ്യുമെന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതുപോലെയുള്ള വിദണ്ഡ ന്യായങ്ങളല്ല. എൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ അറിയാതെ പോകരുത് എന്നുള്ളതാണ്. അതായത് ഈ കേരളത്തിൽ ഒരു മാധ്യമവും 1 മണിക്കൂർ ചർച്ച പോലും നടത്തിയില്ല. BJPയും കോൺഗ്രസും ഒറ്റ രാത്രി കൊണ്ട് മലക്കം പറഞ്ഞത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടത്തിയില്ല. എങ്ങനെയാണ് ഇതൊരു സുവർണാവസരമാണ്, വരൂ നമുക്ക് എന്ത് ചെയ്യാം, തകർക്കാമെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞതിനെക്കുറിച്ച് പോലും അതിഗംഭീരമായിട്ടുള്ള ചർച്ചകൾ, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ചർച്ചകൾ നടത്തപ്പെട്ടില്ല എന്ന് മാത്രമല്ല, പകരം ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഈ ഒരു സുപ്രീം കോടതി ഉത്തരവ് പാലിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ലെന്നറിയാവുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളപ്പോൾ അതിനെതിരെ വളരെ നിശിതമായിട്ടുള്ള, ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള വിമർശനങ്ങൾ ചൊരിയുന്ന പണിയാണ് മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ കാണിച്ചത് എന്നുള്ളതാണ് എൻ്റെ വിമർശനം. നിങ്ങൾ 2 കാര്യം പറയരുത്. നിങ്ങൾ ഒരേ നാക്ക് കൊണ്ടിട്ട് ഇതൊരു ബിസിനസ് അല്ലേ, അപ്പം ഞങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അത് പറയൂ, അത് ഞാൻ കേട്ടിരിക്കാം. ഇപ്പം കാരണം കഴിഞ്ഞ ദിവസം BS അശോക് ഇരുന്നൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നൊരു കാര്യമുണ്ട്, കറപ്റ്റ് ഹോണസ്റ്റ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഏത് കറപ്റ്റ് ഹോണസ്റ്റ്? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നൊരു മന്ത്രി പറയാണ് ഈ ഒരു അഴിമതി നടത്താൻ പോവാണ്. അപ്പോൾ മന്ത്രിയുടെ ഫയൽ അദ്ദേഹം പറയുന്നു ഇത് അഴിമതി നടത്താൻ പോകുന്നത് ഇത് ശരിയാവില്ല എന്ന് അദ്ദേഹം മന്ത്രിയോട് പറയുമ്പോൾ മന്ത്രി പറയാണ്, നിങ്ങളിപ്പോൾ ഈ ഫയലിൽ ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാസം 2 ലക്ഷം രൂപ കിട്ടും. പക്ഷേ എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് 1 ലക്ഷം വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള പരിപാടികൾ നടത്തി 10 ലക്ഷം എനിക്ക് എന്ത് ചെയ്തേ പറ്റൂ, കിട്ടിയേ പറ്റൂ എന്ന് പറയുന്നവനെ എനിക്ക് ഭയങ്കര ബഹുമാനാണെന്ന് പുള്ളി പറഞ്ഞു. കാരണം വെച്ചാൽ അത് കറപ്റ്റ് ഓണസ്റ്റ് ആണ്. മാധ്യമങ്ങളും പറഞ്ഞാൽ മതി, ഏത് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നോ ധാർമ്മികതയെന്നോ മറ്റേ ഇതൊന്നും പറയരുത്. പകരം എന്താണ്, ഞങ്ങൾക്കിതൊരു ബിസിനസ്സാണ്, ഞങ്ങളും ഇടക്കിടക്കൊക്കെ എന്ത് ചെയ്യും, നിലപാട് മാറ്റുമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ നിലപാട് മാറ്റാതെ നിന്ന് ഏറ്റവും അവസാനം മാറ്റുന്നവന് ഞാൻ കുതിരപ്പവും കൊടുക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് അവൻ 10 ദിവസമെങ്കിൽ 10 ദിവസം അവൻ എന്ത് ചെയ്തല്ലോ, ഒരു പബ്ലിക് ഫ്ലോയിനൊപ്പം ഒഴുകാമെന്ന് വിചാരിച്ചിട്ട് അവൻ ഒഴുകിയില്ലല്ലോ. അങ്ങനെ ഒഴുകാത്ത ഒരുപാട് ആളുകൾ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് ഈ നാട് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. ജീവൻ കൊടുത്തും ഇതുപോലെയുള്ള ആളുകൾ ചൈനയിലും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും പത്രപ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ് ഇവിടെ ഈ ലോകത്ത് എന്ത് ചെയ്യുന്നത്,
നിലനിൽക്കുന്നത്. അതുകൊണ്ടാതെ ഭരണകൂടത്തിനൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ആളുകളല്ല. അങ്ങനെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കരുത്. മനസ്സിലായി? അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വെറുതെ പറഞ്ഞു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത്ര പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഏകപക്ഷീയമായി CPM അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. പിണറായി വിജയൻ ഒരു തിരിച്ചുവരവുണ്ടോ? അല്ല, പിണറായി വിജയൻ്റെ തിരിച്ചുവരവിന് മുമ്പ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിനോടൊപ്പം എന്ത് സംഭവിച്ചു എന്നറിയോ? അതാണ് ഏറ്റവും വലിയ അടുത്ത തമാശ. അടുത്ത തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ പിണറായി വിജയൻ മാത്രമല്ല അറ്റാക്ക് ചെയ്യപ്പെട്ടത്, CPM മൊത്തത്തിലാണ്. CPM മൊത്തത്തിൽ ഇപ്പം എം വി നികേഷ് കുമാർ, M സ്വരാജ് ഇതുപോലെ ഡിഫെൻഡ് ചെയ്യാൻ ആരൊക്കെ തയ്യാറാകോ വർക്ക് ചെയ്യോ അവരൊക്കെ അറ്റാക്ക് ചെയ്യപ്പെട്ടു. അതും കുഴപ്പമില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ ഇനി അടുത്ത അറ്റാക്ക് ചെയ്യപ്പെട്ട ആരാന്നറിയോ? അതിപ്പോൾ ഈ 2026 വളർന്നപ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പക്ഷത്തിൻ്റെ ഓപ്പോസിറ്റാക്കി KC വേണുഗോപാലിനെ നിർത്തി. മുസ്ലിം വിരുദ്ധനായി എന്ത് ചെയ്തു? ചിത്രീകരിച്ചു. അദ്ദേഹം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലേക്ക് പണം മാത്രം കൊണ്ടുവരുന്ന ഒരാളാക്കി ചിത്രീകരിച്ചു. മനസ്സിലായ? പണസ്വാധീനം അദ്ദേഹത്തിന്, ജനസ്വാധീനം എന്ത് ചെയ്തു? ഈ പറയുന്ന വിങ്ങാണ് ഏത്? ഈ ഏഷ്യാനെറ്റും മീഡിയ വണ്ണും BD സജഷനും അടങ്ങുന്ന കൃത്യമായിട്ട് BD സജഷൻ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ അടങ്ങുന്ന വേറെ ആരാണ് എനിക്കറിയില്ല. BD സതീശനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൃത്തങ്ങളും ഇല്ലേ? അതാണ് പറഞ്ഞത്. VD സതീശൻ അനുകൂലമായ വൃത്തങ്ങൾ ഞാൻ പറഞ്ഞു, താങ്കൾ ശ്രദ്ധിക്കാട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ VD സതീശൻ്റെ സോഷ്യൽ മീഡിയ വിങ്ങോടക്കമുള്ള ആളുകൾ എന്ത് ചെയ്തു? ഇതിന് കൂട്ടം ചേർന്ന് എന്ത് ചെയ്തു? ആക്രമിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് VD സതീശൻ രണ്ട് കാര്യങ്ങൾ. VD സതീശന്റെ വിങ്ങിന് പിന്നിൽ ഇസ്ലാമിസ്റ്റ് അല്ല, അത് മാത്രമല്ല, രണ്ട് കാര്യങ്ങൾ നല്ല സ്വാധീനമുണ്ട്. അല്ല, രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ആ ചോദ്യത്തിലേക്ക് വരാം. രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താ സംഭവിച്ചതെന്നറിയോ? അടുത്ത സംഭവിച്ച ഏറ്റവും തമാശ എന്ന് പറയുന്നത്, അധികാരമോഹിയായിട്ടുള്ളൊരു KC വേണുഗോപാൽ നമ്മളുണ്ട്. പക്ഷെ ഇപ്പുറത്ത് എന്താണെന്നറിയോ? അധികാരമോഹം ഒട്ടും ഇല്ലാത്തത് നിലപാടുകളുടെ VD സതീശൻ. ഓക്കെ, തൊട്ടപ്പുറത്ത് രമേശ് ചെന്നിത്തല. ഏത്? ഒരു കാര്യമില്ല അയാളെ കൊണ്ട് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എന്ത് എത്തിച്ചു. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു സൈഡിൽ നിന്ന് എല്ലാവരെയും പിടിച്ചുകൊണ്ട് എന്ത് ചോദിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചു. അതാണ് അടുത്തൊരു കാര്യം കൂടി ഉള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തെ അണികളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും. എന്നാൽ കൃത്യമായി VD സതീശൻ കോയിൻ ചെയ്തിട്ടുള്ളൊരു വാക്ക്, ഞങ്ങളാണ് യഥാർത്ഥ ലെഫ്റ്റ്, ഞങ്ങളാണ് നെഹ്റൂവിയൻ ലെഫ്റ്റ് എന്നാണ്. ഇടതുപക്ഷം യഥാർത്ഥത്തിൽ വലതുപക്ഷമാണ്. ഇടതുപക്ഷം യഥാർത്ഥത്തിൽ എക്സ്ട്രീം റൈറ്റ് വിങ് ആണെന്ന് പറയണം. വെറും വലതുപക്ഷമൊന്നുമല്ല, തീവ്ര വലതുപക്ഷമായി ആര് മാറിയിരിക്കുന്നു? പിണറായി വിജയൻ മാറിയിരിക്കുന്നു. സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ള ആളുകൾ ഇരുന്ന് ചാനൽ ചർച്ചയിൽ പറയുന്നു, പിണറായി വിജയൻ ഇന്ന് വരെ നിങ്ങൾ കേട്ടോളൂ, ഞാൻ പറയുന്നത് ഓർത്തു വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാസ് ഡയലോഗായിട്ട് പറയുന്നു, പിണറായി വിജയൻ ഇന്ന് വരെ മോദിയുടെ പേര് പറഞ്ഞുകൊണ്ടൊരു വിമർശനം നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. തീർത്തും അസംബന്ധമായ 35 എണ്ണത്തിലധികം അപ്പത്തന്നെ അരുൺകുമാർ പറയുന്നുണ്ട്, എൻ്റെ കയ്യിലേക്ക് അയച്ചു വന്നിട്ടുണ്ട്, ഞാൻ ഒരു പ്രസംഗം കേൾപ്പിക്കാമെന്ന് തോന്നി കേൾപ്പിക്കുന്നു. ഈ തടി പോരാ എന്ന് പറഞ്ഞ് അമിത്ഷായെക്കുറിച്ചുള്ള വിമർശനം കേൾപ്പിക്കുന്നു. 6ഓളം വരുന്ന ഈ പറയുന്ന റെസൊല്യൂഷൻസ് നിയമസഭയിൽ പാസ്സാക്കുന്നു BJPക്കെതിരെ. ഇന്ത്യയിൽ ഒരു നിയമസഭയും പാസ്സാക്കാത്ത പോലെ. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിസ്മരിക്കപ്പെടുകയും താങ്കളിപ്പോൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലെ തന്നെ അത് പറയാൻ വരുമ്പോൾ തന്നെ അത് അടിച്ച് താഴ്ത്തിയിടുകയും ചെയ്തു. ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചൊരു വിമർശനം ഉന്നയിക്കാൻ വരുമ്പോൾ ഇവരൊക്കെ പറയുന്ന വാചകം എന്താണെന്നറിയോ? 0.5% പോലും ഒരു വോട്ടില്ലാത്ത പാർട്ടിയെക്കുറിച്ച് എന്തിന് വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? അല്ല, അത് മാത്രമല്ല, ഇപ്പൊ പല തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്കും പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഈ കേരളത്തിലും ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ ഏതെങ്കിലും ഘട്ടങ്ങളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള സംഘടനകൾ അവർ വളരെ ട്രിവിയലായ നിസ്സാരമായിട്ടുള്ള സംഘടന ആയിരിക്കുമ്പോൾ അവരുടെയൊക്കെ പിന്തുണ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ബിന്ദ്രംവാല പറയട്ടെ തിരിച്ചു പറയാം. അപ്പൊ തിരിച്ചു പറയട്ടെ, ബിന്ദ്രംവാലയും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ സിഖ് തീവ്രവാദികളുടെയും അടക്കമുള്ള അവരെ വളർത്തുന്നതിന് കോൺഗ്രസിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരുടെ പത്രസമ്മേളനങ്ങൾക്ക് കോൺഗ്രസ് പണമടച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ പല കാര്യവും എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾ ഈ ലോകം മുഴുവൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ അമേരിക്ക യഥാർത്ഥത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു തരട്ടെ അമേരിക്ക അല്ല അപ്പൊ അതിന്റെ കൂടെ CPM ചെയ്യും. അല്ല, നിങ്ങൾക്ക് വെറുതെ അങ്ങോട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വാദമില്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പറഞ്ഞു ജയിച്ചു എന്നുള്ള സംതൃപ്തിക്കാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. അതെല്ലാം എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ താലിബാൻ, ഞാൻ പറഞ്ഞു തരട്ടെ, താങ്കളുടെ കമന്റ് കഴിഞ്ഞില്ലെങ്കിൽ പറഞ്ഞോ, ഞാനത് കേട്ടിരിക്കാം. പറഞ്ഞോളൂ. താലിബാനെ വളർത്താൻ വേണ്ടിയിട്ട് എന്താണ് റഷ്യക്കെതിരെ ഈ പറയുന്ന പോലെ അമേരിക്ക പണം കൊടുത്തിട്ടുണ്ട് താലിബാന്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ?
വിഷയം എന്താണെന്ന് വെച്ചാൽ RSSന്റെ പിന്തുണ തേടിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധി, അവർക്ക് വേണ്ടി സ്റ്റാമ്പറൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ, നമ്മൾ പോലും ഇപ്പം സംഘപരിവാറിനെതിരെ, ഞാൻ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഓൾ ഇന്ത്യ തലത്തിൽ, ഞാൻ രാഹുൽ ഗാന്ധി അനുകൂലിക്കുന്ന ഒരാളാണ്. കാരണം എന്താ, ഇതിൻ്റെ അപകടം അത് വളർന്നു വന്ന് മനസ്സിലാകുന്ന ലെവലിലേക്ക് എത്തുമ്പോൾ അവരതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ച കേട്ടപ്പോൾ കൃത്യമായി പറഞ്ഞത്, 1992 ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം നിങ്ങൾ RSSന്റെ ഒപ്പം നിന്നോ സംഘപരിവാറിൻ്റെ ഒപ്പം നിന്നോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനു മുമ്പ് ഒപ്പം നിന്നുണ്ടെങ്കിൽ അത് അന്നേരം ഒരു വളരെ ചെറിയൊരു സംഘടനയാണ്, നേരിയ സംഘടനയാണ്, ചിലപ്പോൾ എത്തിയതോട്ടെ 10 വോട്ടല്ലേ ഉണ്ടാവുള്ളൂ, 20 വോട്ടല്ലേ ഉണ്ടാവുള്ളൂ, അത്രത്തോളം പ്രശ്നമുള്ള ആളുകളല്ല എന്ന് പറഞ്ഞ് കൂടെ നിൽക്കാം. ഞാനിപ്പോൾ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിക്കുന്നതിന് പോലും തെറ്റില്ല. ഇപ്പം തൊട്ടടുത്ത് നിങ്ങൾ അറിയേണ്ടത്, തമിഴ്നാട്ടിലടക്കം ബാക്കിയുള്ള സ്ഥലങ്ങളിലടക്കം കോൺഗ്രസും അതുപോലെ മുസ്ലിം ലീഗും CPM ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന മുന്നണികൾക്ക് വരെ അവരിൽ പലരും പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലോ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലോ ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു മതരാഷ്ട്രവാദ സംഘടനക്ക് അവർക്ക് മതരാഷ്ട്രവാദമില്ല എന്നും അവരതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നുവെന്നും ഒരു കോൺഗ്രസിൻ്റെ ലീഡർ പറയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആര്യാടൻ മുഹമ്മദൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് യഥാർത്ഥത്തിൽ ആര്യാടൻ മുഹമ്മദ് പോലും ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗിനെ അതിനിശ്ചിതമായി വിമർശിച്ചിരുന്നു. കാരണം എന്താ, അവർ രണ്ട് സംഘടനയാണ്. അല്ല, അതിലേക്ക് വിശ്വാസമുണ്ടോണ്ടാ വളരെ ചുരുക്കം നേതാക്കളെ അങ്ങനെ വിമർശിച്ചിരുന്നു. അങ്ങനെ വിമർശിച്ചിരുന്ന പ്രസ്ഥാനത്തിൽ നിന്നും ഒരു നേതാവ് പോലും ഇന്നേ വരെ വേറൊരു നേതാവ് ഒരു സംഘടനയുടെ ഐഡിയോളജി എന്ത് ചെയ്തിട്ടില്ലല്ലോ, എൻഡോസ് ചെയ്തിട്ടില്ല. ആ എൻഡോസ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയിട്ട് പോലും അത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും പകരം നിങ്ങൾ അറിയേണ്ടത്, അങ്ങനെ ഒരിക്കലും പരിപൂർണമായി ഒരു സംഘടനയും എൻഡോസ് ചെയ്യാത്ത CPM നിങ്ങൾ 1979 പിന്തുണ പറ്റിയിട്ടില്ല എന്ന് ചോദിക്കുകയും ചെയ്യുന്നതിന് അടിസ്ഥാനമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്നിട്ട് ഇവർ പറയുന്നത് എന്താ, നിങ്ങൾ RSSും സംഘപരിവാരമായിട്ട് എന്ത് ചെയ്യുന്നു, കൈകോർക്കുന്നു എന്ന് പറയുന്ന വിമർശനം ഒരേ സമയം ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും കൃത്യമായി ചോദ്യം ചെയ്യപ്പെടാതെ പോയി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 5 കൊല്ലങ്ങളിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി, തന്ത്രം എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ തന്ത്രത്തിന് 2 ഉപജ്ഞാതാക്കളുണ്ട്. ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയും, രണ്ടാമത്തത് RSSും BJP ഒക്കെയാണ്. അവർക്കാണ് യഥാർത്ഥത്തിൽ സതീശനെയും ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗിനെയൊക്കെ ഭരണമേൽപ്പിക്കേണ്ടിയിരുന്നത്. കാരണം ഇനിയുള്ള 5 കൊല്ലങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് വഴങ്ങിക്കൊടുത്ത് മുഖ്യമന്ത്രിയാക്കപ്പെട്ട ഒരാളാണ് എന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും NSSും അതുപോലെ തന്നെ SNDPയും അടക്കം SNDPയും അടക്കം പ്രതീഷ് വിശ്വനാഥനും മറ്റേ ടീച്ചറടക്കം ശശികല ടീച്ചറടക്കമുള്ള ആളുകൾക്കൊക്കെ വലിയ തോതിൽ ഇതിനെ വിമർശിക്കാനും ആ വിമർശിക്കുന്നതിൽ നമുക്ക് പോലും ഒരു 10-20% ചിലപ്പോൾ കാര്യമുണ്ടല്ലോ എന്ന് തോന്നിപ്പിക്കാനും കഴിയുന്ന സംഭവങ്ങൾ ഇവരുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഇനിയിപ്പോൾ പിണറായിയുടെ ഒരു തിരിച്ചുവരവ് പിണറായിക്ക് ഉണ്ടാകും. അതാണ് നമ്മൾ ഏറ്റവും സുപ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. പിണറായി വിജയന് തിരിച്ചുവരവുണ്ടാവുമോ എന്നുള്ളത് ഒരു ഇപ്പം അദ്ദേഹത്തിന് 82 വയസ്സായി. അപ്പോൾ അതുകൊണ്ട് പ്രായമൊക്കെ ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് തിരിച്ചുവരവുണ്ടാവും അല്ലേ എന്നുള്ള തിരിച്ചുവരവിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, ഒരു സംശയമില്ല. കാരണം ഇപ്പോഴും CPMനെ സംബന്ധിച്ചോളം LDFനെ സംബന്ധിച്ചോളം 80 ലക്ഷം ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, CPM തിരിച്ചുവരവുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. CPM തിരിച്ചുവരവുണ്ടാകാനായിട്ട് വലിയ തോതിൽ ഒരു സാഹചര്യം 5 കൊല്ലം കഴിയുമ്പോൾ ഒരുങ്ങും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം അങ്ങനെ CPM ഒരു തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും ഒക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ BJPയുടെ അടുത്ത 5 കൊല്ലം കൊണ്ടുള്ള വളർച്ച, അത് വലിയ തോതിലുള്ള ഒരു വളർച്ച അവർക്ക് ഉണ്ടാവുകയും 2031 ഭരണം പിടിക്കാവുന്ന ലെവലിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യും. ഇനി കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് നഷ്ടമുണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, CPM നിലനിന്നില്ലെങ്കിൽ ആദ്യം CPMഉം രണ്ടാമതായി കോൺഗ്രസും ഇവിടെ തകർന്നടിയുന്നൊരു അവസ്ഥ നമുക്ക് കാണാം. നാളെ നീ അത്രേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ, ഒരു സൈഡിൽ BJPയും ഒരു സൈഡിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴേ തന്നെ വളരെ ദുർബലമായിട്ടുള്ളൊരു കോൺഗ്രസും അതിൻ്റെ സൈഡിൽ ഇല്ലാതാവുകയും കോൺഗ്രസ് ചിലപ്പോൾ രണ്ടാമത്തെ കക്ഷിയായി മാറുകയും ഒന്നാമത്തെ കക്ഷിയായി മുസ്ലിം ലീഗും ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ അവരുടെ വെൽഫെയർ പാർട്ടിയും ഒക്കെ തമ്മിലുള്ള വലിയ സഖ്യവും, തൊട്ട് സൈഡിൽ ഇതിനെതിരെ BJPയുടെ ഒരു വലിയ സഖ്യവും ഉണ്ടാകുമ്പോൾ BJP ഉദ്ദേശിച്ചൊരു പണി നടക്കും. അതെന്താണെന്ന് വെച്ചാൽ, കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJP മത്സരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് ഹരിയാനയിലാണെങ്കിലും
ഗുജറാത്തിലാണെങ്കിലും ഡൽഹിയിലൊക്കെ ആണെങ്കിലും പലപ്പോഴും 51, 56, 57% വോട്ടുകളാണ്. ഈ 56, 57, 58% വോട്ടുകളിലേക്ക് എത്താൻ കഴിയുന്ന ഒരു പാർട്ടിയായി കേരളത്തിൽ BJP മാറിയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഏതാണ്ട് ഹിന്ദുക്കളുടെ മഹാഭൂരിപക്ഷം വരുന്ന വോട്ടുകളും അതോടൊപ്പം തന്നെ നിങ്ങൾ അറിയേണ്ടത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു 18% ഒരു പകുതിയോളമെങ്കിലും കിട്ടുന്ന വോട്ടുകളുമൊക്കെയായി അവർ വലിയ തോതിലുള്ള വിജയം സമ്മാനിക്കും. ഈ വിജയം സമ്മാനിച്ചാലും കുഴപ്പമില്ല, പകരം എനിക്കും അതുപോലെ ഞങ്ങൾക്കും ഇപ്പോൾ തൽക്കാലം ഒന്ന് അധികാരം കിട്ടിയാൽ മതി എന്ന് UDF വിചാരിച്ചതിൻ്റെ കൂടി നെറ്റ് എഫക്റ്റാണ് ഈ തകർപ്പൻ വിജയം UDFന് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ലോങ് ടൈമിൽ UDF ഉണ്ടാവും. ലോങ് ടൈമിലേക്ക് ഇത് CPMനെയും കോൺഗ്രസിനെയും തകർത്തെറിയാൻ പോകുന്ന അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു വിധിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അത് ഈ സഖാക്കൾ എന്ന് പറയുന്ന ആളുകൾ കൂടി ഇതിൻ്റെ വലിയൊരു ചേണിങ് ഇതിനകത്ത് ഉണ്ടാവുകയും നിഷ്കളങ്കമായി കൂടി കുറേ ആളുകൾ 10 കൊല്ലം അവർ ഭരിച്ചില്ല, ഇനി ഒരു തവണ മറ്റവർക്ക് ചാൻസ് കൊടുക്കാം എന്ന് പറയുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു യുക്തി മുതൽ ഇത്തവണ കൂടി ഭരണം കിട്ടിയാൽ CPM നശിച്ചു പോകും, അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യരുതെന്ന് പറയുന്ന സച്ചിദാനന്ദൻ മാഷ്ട വാക്ക് മുതൽ G. സുധാകരൻ മുതൽ കുഞ്ഞികൃഷ്ണനും അതുപോലെ TK ഗോവിന്ദൻ മാഷും വരെയുള്ള ആളുകളെ അടർത്തിയെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രചരണം കൊടുത്തത് കൊണ്ടുകൂടി യഥാർത്ഥത്തിൽ എല്ലാ സൈഡിൽ നിന്നും വന്നിട്ടുള്ള അടിയിലാണ് നിലം പൊത്തി തകർന്ന് യഥാർത്ഥത്തിൽ CPM വീണുപോയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോഴും ഞാൻ പറയുന്നു, 66 ലക്ഷം വോട്ടുകൾ ലോക്സഭയിലും 71 ലക്ഷം വോട്ടുകൾ ലോക്കൽ ബോഡിയിലും അതിനുശേഷം 80 ലക്ഷം വോട്ടുകൾ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടി. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ 81 ലക്ഷം വോട്ടുകളെ കവച്ചു വെക്കുന്ന 19 ലക്ഷം വോട്ടുകൾ അധികം മേടിച്ചുകൊണ്ടാണ് UDF അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം കൂടി പറയണം. സ്ട്രാറ്റജിക് വോട്ടിംഗ് കൂടി BJPയും സംഘപരിവാറും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം 19 സീറ്റുകൾ 2020 കൊടുത്തു, 22 സീറ്റുകൾ BDJSന് കൊടുത്തു. അങ്ങനെ 41 സീറ്റുകൾ. ഈ 41 സീറ്റുകളിൽ ഞാൻ മുഴുവൻ കണക്കിപ്പോൾ നോക്കിയിട്ടില്ല, പക്ഷേ എൻ്റെ മനസ്സിലാക്കലിൽ നിന്ന് ഞാൻ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു വെക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഏതാണ്ട് 2-3 സീറ്റുകളിലൊഴികെ ബാക്കി ഒരു സ്ഥലത്തും എന്ത് ചെയ്തിട്ടില്ല, വലിയ വോട്ട് വർധനവ് BJPക്ക് ഉണ്ടായിട്ടില്ല. മിക്ക സ്ഥലങ്ങളിലും തന്നെ വോട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ അങ്ങേയറ്റം സംശയാസ്പദമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറയാൻ വരുന്ന ഒറ്റ കാര്യമുള്ളൂ, കേരളത്തിലെ വലിയ ബുദ്ധിജീവികളെല്ലാം ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ ഒരു തവണ കൂടി LDFന് ഭരണം കൊടുത്താൽ, ഞാനടക്കം പറഞ്ഞിട്ടുണ്ട്, തെറ്റാണത്, LDFന് ഭരണം കൊടുത്താൽ BJPക്ക് വലിയ ശക്തിയാകാൻ കഴിയുമെന്നാണ്. കോൺഗ്രസ് മുക്ത ഭാരതമാണ്. കോൺഗ്രസ് അല്ല, UDF മുക്ത ഭാരതം അത്ര എളുപ്പമല്ല. എന്താ കാര്യം അറിയോ? അല്ല, ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ തോതിൽ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് കോൺഗ്രസ് തകരില്ല, അതുകൊണ്ട് അത് കോട്ടയത്ത് തകരില്ല, ഇടുക്കിയിലും തകരില്ല. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ അറിയേണ്ടത് ഈ മുസ്ലിം ലീഗിന്റെയും UDFന് തന്നെയാണ് വോട്ട് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ UDFന് തകർക്കൽ എളുപ്പമല്ല, ഒന്ന്. രണ്ടാമത് തകർക്കാൻ കുറച്ചുകൂടി എളുപ്പമാരെയാണ് CPMനെയാണ്. 2, കാരണം ഹിന്ദു പാർട്ടി അവരാണ്, ഹിന്ദുക്കളുടെ വോട്ട് കിട്ടുന്ന പാർട്ടി അവരാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്, CPM അധികാരത്തിലിരിക്കുമ്പോൾ എതിർക്കാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. കാരണം അവിടെ വലിയ മതപ്രീണനമൊന്നും പറയാൻ ഉള്ള സ്കോപ്പ് ഇല്ല. ഇപ്പം നിങ്ങൾ എന്താ സംഭവിച്ചേക്കണമെന്ന് കൂടി നോക്കണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 11-ാം ദിവസം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള 10 ദിവസത്തെ ഇടവേള കൊണ്ട് ഒരു കാര്യം കൃത്യമായി അസന്നിഗ്ധമായി കോൺഗ്രസ് ഈ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യം, മുസ്ലിം ലീഗ് പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ VD സതീശനെ എന്ത് ചെയ്തിട്ടുള്ളത്, വെച്ചിട്ടുള്ളത്. ശരിയാണെങ്കിലും ഇല്ലെങ്കിലും അത്തരത്തിലുള്ളൊരു നരേഷൻ ആളുകളുടെ മനസ്സിലോട്ട് മുഴുവൻ കിട്ടിയിരിക്കുന്നു. മാത്രമല്ല, സാമുദായിക നേതാക്കന്മാർ ഇന്ന് സുകുമാരൻ നായർ തന്നെ പറഞ്ഞിരിക്കുന്നു, VD സതീശനെതിരെ ഒരു നിലപാടെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ UDF ലീഗിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം ഇന്ന് തന്നെ പറഞ്ഞു. ഇതിൻ്റെ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്, വലിയൊരു നരേഷൻ കൂടി. ആ നരേഷൻ എന്ന് പറയുന്നത് അതിൽ ശരികളുണ്ട്, പക്ഷെ ആ നരേഷ ഭാഗം കൂടി ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ അപകടം കൂടിയുണ്ട്. സത്യത്തിൽ KC വേണുഗോപാലിനാണ് വലിയ ഭൂരിപക്ഷം ഈ പാർലമെന്ററി CLPയിൽ ഉണ്ടായതെന്നും ആ 43-50 പേർ, ആകെ 63 പേരുള്ള 50 പേരുടെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് ഈ തീരുമാനമെടുത്തു എന്നാണ്. അതിൻ്റെ ഡേഞ്ചർ ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ തീരുമാനമെടുത്തു. എന്തുകൊണ്ടാണ് തീരുമാനം എടുത്തേക്കണത്? അത് ഏറ്റവും ഒടുവിൽ KC വേണുഗോപാലിനെ തീരുമാനിച്ചു വെച്ചിരുന്നു. പക്ഷേ
മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പ്രിയങ്ക ഗാന്ധിയോട് പറഞ്ഞു, അടുത്ത തവണത്തെ ജയം ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയില്ല, നിങ്ങൾ വയനാട്ടിൽ നിന്ന് ജയിക്കുമെന്ന് ഉറപ്പ് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് KC വേണുഗോപാൽ വന്ന് മത്സരിച്ചാൽ പോലും ജയിപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സത്യം പറഞ്ഞാൽ പറയാതെ അടുത്ത മണിക്കൂറിൽ തന്നെ VD സച്ചിനെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഞങ്ങളുടെ ചോയ്സാണ്, കോൺഗ്രസിന്റെ ചോയ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം എന്താ സംഭവിച്ചേക്കടാ, ഇപ്പോൾ VD സതീശൻ ആ സ്ഥാനത്തേക്ക് നടന്ന് കയറി കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തിൻ്റെയും പിന്തുണയുള്ള മുഖ്യമന്ത്രി അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നൊരു പാർട്ടിയായി. അഖിലേന്ത്യാ കോൺഗ്രസും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡും മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ ഇപ്പോൾ എഴുതി വെച്ചോളൂ, ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം നാഷണൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളിൽ പോലും ഇത് വിഷയമാണ്. ആ വിഷയത്തിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോ മുസ്ലിം, അല്ലെങ്കിൽ തന്നെ നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം മാവോയിസ്റ്റ് വാദി കോൺഗ്രസ് എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചുകൂടി ആക്കം കൂട്ടുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യഥാർത്ഥത്തിൽ 14-15% വോട്ടുകൾ കിട്ടിയിട്ടുള്ള BJPക്ക് അത് 25-ലേക്ക് 30-ലേക്കും ആക്കാനും 40 മണ്ഡലങ്ങളിലെങ്കിലും ഒരു 5000-10,000 വോട്ട് കൂടി കിട്ടിയാൽ ജയിക്കാമെന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയുമുള്ള യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ്. ഇപ്പം തന്നെ കോൺഗ്രസ് കൂടി മുസ്ലിം സൈഡിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു, മാറിയിരിക്കുന്നു. വലിയ ആഘാതമാണ് അത്. കേരള രാഷ്ട്രീയത്തിന് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം എന്താണെന്ന് നമുക്കിപ്പോൾ അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, താൽക്കാലികമായി ഇത്തവണ മന്ത്രിയാകുന്നവർക്കും മുഖ്യമന്ത്രിയാകുന്നവർക്കൊക്കെ ഗുണമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയമോ കേരളത്തിൻ്റെ നിലനിൽപ്പോ കോൺഗ്രസിൻ്റെ നിലനിൽപ്പോ ഒന്നും ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ല. അതുകൊണ്ട് അവർക്ക് ഈ കളികളൊക്കെ കളിക്കാം. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പൊതുബോധ നിർമ്മിതി എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ചെറിയ കാര്യം കൂടി പറയാം. ഇനി അടുത്തൊരു കാര്യം സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിൽ, ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും BJP പിടിച്ചത് അവിടെയൊന്നും BJPക്ക് അടിത്തറ ഉണ്ടാക്കിയിട്ടല്ല, പകരം അടിത്തറയുള്ള ചില നേതാക്കളെ അവർ എന്ത് ചെയ്തിട്ടാണ്, മേടിച്ചിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, 5 കൊല്ലമായുള്ളൂ ബംഗാളിൽ സുവേന്ദു അധികാരത്തിൽ വന്നത്. മമതയെ തന്നെ 2 പ്രാവശ്യം പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ബലത്തിൽ ഇപ്പോൾ അവിടെ എന്ത് ചെയ്യുകയും ചെയ്തു, അധികാരത്തിലേറുകയും ചെയ്തു. നമുക്കറിയാം അസമിൽ ഇപ്പോൾ ഭരിക്കുന്നത് വലിയ വിജയമുണ്ടാക്കിയിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഹിമന്ത ബിശ്വ ശർമ്മയും ഇതുപോലെ തന്നെ കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പോൾ ഏതാണ്ട് കോൺഗ്രസ്സിലെ 40% MLA-മാരും MP-മാരും അങ്ങോട്ട് പോയി. കേരളത്തിൽ അത് പോയില്ല. എന്തുകൊണ്ട് പോയില്ല? കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ BJPയുടെ കയ്യിലുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം, അങ്ങനെ കിട്ടിയാൽ പോലും ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇവിടെ രാഷ്ട്രീയം പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ ഒന്നും ജയിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പം അത് മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് പാലായിലും നിങ്ങൾക്ക് തിരുവല്ലയിലും ഒക്കെ തന്നെയുള്ള നിരവധി മണ്ഡലങ്ങളിൽ, പൂഞ്ഞാറിലൊക്കെ തന്നെയുള്ള നിരവധി മണ്ഡലങ്ങളിൽ നിങ്ങൾക്കൊരു 5000-10,000 വോട്ട് കൂടി നിങ്ങൾക്ക് സ്വന്തമായി കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഈ അവസ്ഥയുടെ അടുത്ത ഘട്ടം എന്താ? അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, അവിടെയുള്ള ഈ മന്ത്രിസഭക്ക് ഇപ്പം ഒരടി കഴിഞ്ഞു, ഇനി മന്ത്രിസഭ രൂപീകരിക്കുന്ന അടി വരുമ്പോഴേക്കും അതിൽ അസംതൃപ്തരായിട്ടുള്ള എത്ര പേർ 2031 ഒരുപക്ഷെ BJPയുടെ സ്ഥാനാർത്ഥികളായി മാറും എന്ന് പറയുന്നൊരു വലിയ ചോദ്യം ഉയരുകയാണ്. ഒന്ന്. ഇനി ഇത് കൂടാതെ ഈ കോൺഗ്രസിൻ്റെ അടക്കമുള്ള ഇടത്തട്ടിലുള്ള നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാർക്ക് ഇനി ഒരു പ്രതീക്ഷയില്ല. കാരണം എന്താ? 93 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. അതിൽ 62 സീറ്റ് എന്ത് ചെയ്തു? ജയിച്ചു. അവിടെ എല്ലാം സിറ്റിംഗ് MLA-മാർ അടുത്തോണം എന്ത് ചെയ്യുള്ളൂ? മത്സരിക്കുള്ളൂ. പിന്നെ ആകെയുള്ളത് 30 സീറ്റ് ഇനി എന്ത് ചെയ്യാൻ പറ്റൂ? വാക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകളിൽ മാത്രമേ അവർക്ക് അടുത്തവണ മത്സരിക്കാൻ പറ്റൂ. ആ മത്സരിക്കാൻ പോകുന്ന സീറ്റുകളിൽ ഒരു കാലത്തും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ജയിക്കാൻ പോകുന്നില്ല. കാരണം എന്താ? ഇത്ര വലിയ തരം കൊണ്ടായിട്ടും എന്ത് ചെയ്തില്ല, ജയിച്ചില്ല. അപ്പം അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ ഇവരുടെ ഭരണം കൊണ്ട് എന്തായിരിക്കും ആ ജനങ്ങളുടെ തോന്നൽ എന്നുള്ളത് ഇപ്പം തന്നെ ഈ 10 ദിവസം കൊണ്ട് തന്നെ ആ കോൺഗ്രസ്സുകാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ കൂടി കോൺഗ്രസ് വിട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവും. ഇതിൻ്റെ ഏറ്റവും അപകടകരമായൊരു സിംപ്റ്റം ഇന്ന് കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, രമേശ് ചെന്നിത്തല BJPയിലേക്ക് എന്ന് പോകും എന്ന് ചോദിക്കുന്ന തംബ്നെയിലുകൾ എന്ത് ചെയ്ത് വന്നു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത സെഗ്മെൻറ്റ് കൂടി പൂർത്തിയാകുമ്പോൾ കോൺഗ്രസിനെ ഭരണത്തിൽ നിലനിർത്തിക്കൊണ്ട് തകർക്കാം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യും? BJP എത്തും. ആ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര അപകടകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടില്ല, ആർക്കും മനസ്സിലായില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ
ചില ചെറിയ ഈ പറയുന്ന പോലെ പക്ഷം പിടിച്ചുകൊണ്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. അവരുടെ ഈ പറയുന്ന പോലെ ഒരു പൊതുബോധ നിർമ്മിതികളിൽ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പെട്ടുപോകരുത്. കാരണം വയനാട് ഫണ്ട് ചർച്ച ചെയ്യേണ്ട എന്ന് പറയുകയും ലോക്കൽ കമ്മിറ്റി അംഗം 1 ലക്ഷം രൂപ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണമെന്നും പറയുന്ന ഒരു പ്രത്യേകതരം മാധ്യമ പ്രവർത്തനം കേരളത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും CPM-ന് നിരവധി തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ PMC ഒപ്പിട്ടതിൽ CPI-യോട് പറയാമായിരുന്നു. അതുപോലെ ജയസിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിൽ എന്ത് ചെയ്യേണ്ടതാണ്, നടപടിയെടുക്കുക, നിരവധി തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ളൊരു പൊതുബോധം നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി പറയാം. വീണ ജോർജ് മന്ത്രിയാകുന്നതിന് മുമ്പേ നടന്നിട്ടുള്ള ഒരു കത്രിക സംഭവം അവർക്കെതിരെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയാണ് VN വാസവൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തല്ലാതെ നടന്നൊരു കാര്യത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ സമരം ചെയ്യുന്നത് പിണറായി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിൽ നിരവധി കാര്യങ്ങളെ CPM-ൻ്റെ പഴയകാല തെറ്റുകളെ പ്രശ്നങ്ങളെയൊക്കെ തന്നെ എടുത്തുയർത്തിക്കൊണ്ട് വികാരപരമായ പ്രശ്നങ്ങൾ മാത്രം, ഭരണപരമായിട്ടൊരു അഴിമതിയോ ഭരണപരമായിട്ടുള്ളൊരു കെൽപ്പില്ലായ്മയോ വികസനം നടന്നില്ല എന്ന് പറയുന്നൊരു പ്രശ്നമോ ഒന്നും ഉയർത്തി കാണിക്കാതെ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ ജയിക്കാം എന്നുള്ളതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നത്. ഇന്ത്യ മുഴുവൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അതാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇനിയും കുറേ കൂടി വിഭജനമുണ്ടാവും. അടുത്ത തവണ ഇത് കുറേ കൂടി സ്ട്രോങ് ആവും. ആ സ്ട്രോങ് ആകുന്നതിൻ്റെ ഭാഗമായി BJP വലിയ നേട്ടമുണ്ടാകും. ആ നേട്ടമുണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കഴിയുമ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദിക്കാരുടെ പാർട്ടികൾ മാത്രമായി തീരുകയും മതേതര പാർട്ടികൾ പതുക്കെ അസ്തമിക്കുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.